പ്രൈസ് ലോർഡ്. വീണ്ടും ലെറ്റ്സ് ടോക്ക് ബൈബിളിന്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് കരിന്റെ ഒരു ലെറ്റ്സ് ടോക്ക് ബൈബിളിന്റെ ഒരു പകുതി ക്വസ്റ്റ്യൻ കൊണ്ട് നിർത്തിയതാണ്. എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടി. നമ്മളൊരു സെഷൻ കൊണ്ട് നിർത്താൻ പറ്റാത്തത്രയും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ സെക്ഷനുകളിൽ തന്നെ ഉള്ള ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ നമുക്കിന്ന് കഴിയുന്ന അത്രയും എടുക്കാം. ഇന്നും എന്റെ കൂടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാം പാസ്റ്റർ തന്നെയാണ്. സോ താങ്ക് യു സാം പാസ്റ്റർ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു വന്നതിൽ താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് ശരിക്കും കഴിഞ്ഞ സെഷന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. എന്നാലും കഴിഞ്ഞ സെഷനിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആ സെഷൻസ് തുടങ്ങിയപ്പം ഇങ്ങനെ ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ചു. അതായത് ആൾക്കാർ നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ വേറെ അടുത്തുനിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ആ സെഷന്റെ ആദ്യം നമ്മളൊരു ചോദ്യം വ്യൂവേഴ്സിനോടായിട്ട് ചോദിച്ചു. അതായത് ഉൽപ്പത്തിയിൽ ഒരു 2 വെളിച്ചത്തെ കുറിച്ച് കാണുന്നു. അപ്പം ആദ്യം സൃഷ്ടിച്ച വെളിച്ചേത്, ആദ്യത്തെ അധ്യായത്തിലെ വെളിച്ചേത്, 4ാമത്തെ അധ്യായത്തിലെ വെളിച്ചേതെന്ന്. അപ്പം വാക്യത്തില് അപ്പം അത് അന്ന് ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞില്ല. അപ്പൊ എന്നോട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അതിന്റെ ഉത്തരം എന്താണ് എന്ന് പറഞ്ഞില്ലല്ലോ. ഓഡിയൻസ് ആരും അതിന് ഉത്തരം പറഞ്ഞില്ലേ? ഇല്ല, എല്ലാവർക്കും അത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, ഒന്നാമത് നമ്മൾ അറിയേണ്ട ഒരു വിഷയം, ഞാൻ ഒരു വാക്യം പറയാം, അത് മനസ്സിൽ വെച്ചോണം. ദൈവത്തിന്റെ ഒരു ദിവസം നമ്മുടെ 1000 ദിവസം, നമ്മുടെ 1000 ദിവസം അതങ്ങനെ ഒരു ഇതുണ്ട് അതിനകത്ത്. അപ്പോ ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇനി അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അറിയാലോ? സ്റ്റീഫൻ ഹോക്കിങ് ഗലീലിയോയ്ക്ക് ഐൻസ്റ്റീനൊക്കെ ശേഷം ഇന്നത്തെ കണ്ടംപററി സയൻസിനകത്ത് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, 2.5 കോടി കോപ്പീസ് അത് വിറ്റു. 25 മില്യൺ ബുക്സ് അത് വിറ്റു. അപ്പോൾ ഇന്ന് മനോരമ പത്രം പോലും 10 ലക്ഷം കോപ്പികളെ ഒരു ദിവസം അടിക്കത്തുള്ളൂ. 1 കോടിയിലേറെ വായനക്കാരെന്നാണ് അവർ പറയുന്നത്. അപ്പം 25 മില്യൺ എന്ന് പറയുമ്പോൾ 2.5 കോടി ബുക്കുകൾ മാത്രം അത് വിറ്റുപോയി. ഹാരി പോട്ടറിന്റെ ഒക്കെ അതല്ലാതെ അത്രയും വിറ്റ ഒരു പുസ്തകം വേറെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടോ എന്നറിയത്തില്ല. ആ ബുക്കിന്റെ പേര് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഫ്രം ദ ബിഗ് ബാങ് ടു ബ്ലാക്ക് ഹോൾസ്. അപ്പൊ അതിനകത്ത് പറയുന്നത് സമയത്തിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു വിഷയം ടൈം ആയിരുന്നു. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ടൈമിന് ബിഗിനിങ് ഉണ്ടെന്നാണ് പറയുന്നത്. ടൈമിന് ബിഗിനിങ് ഉണ്ട്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഒത്തിരി ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഭാവിയിൽ ഇത് ഒരു ബ്ലാക്ക് ഹോൾസ് ആയിട്ട് ഇത് മുഴുവനും ശൂന്യമായി പോവുകയും ചെയ്യും. അതാണ് ഫ്രം ബിഗ് ബാങ് ടു ബ്ലാക്ക് ഹോൾസ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആരംഭത്തിൽ ഒരു ഭയങ്കര വെളിച്ചമുണ്ടായ ഒരു കാലമുണ്ട്. അതിനുശേഷം കുറെ കാലങ്ങൾ കഴിഞ്ഞ് നക്ഷത്രങ്ങൾ ഉണ്ടായി. ഈ നക്ഷത്രങ്ങൾ വികസിച്ചു. ഇപ്പോഴും ഈ യൂണിവേഴ്സ് വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒത്തിരി പേര് അതിനെ എതിർക്കുന്നു. പക്ഷേ എനിക്ക് സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ സിദ്ധാന്തങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. പുള്ളി ഒരു എത്തീസ്റ്റ് ആണ്. പുള്ളിയുടെ ശരീരത്തിലുണ്ടായ കഷ്ടങ്ങൾ കൊണ്ടൊക്കെയാണ്. പക്ഷെ അദ്ദേഹം ഒരു എത്തീസ്റ്റ് ആണെങ്കിലും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ദൈവികമായ കാര്യങ്ങളെ സ്ഥാപിക്കുകയാണ്. പുള്ളി പറയുന്നത് യൂണിവേഴ്സ് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. കാരണം ഈ എർത്തിന് അപ്പുറമുള്ള, ഈ മിൽക്ക് വേക്ക് അപ്പുറമുള്ളതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഒരു ലോകം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. യേശു പറഞ്ഞു, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഉണ്ടാക്കുകയാണ്. അപ്പം സ്റ്റിൽ ഇറ്റ്സ് ഓൺ എക്സ്പാൻഷൻ. അപ്പം കർത്താവ് ഇപ്പോഴും ഇതിനപ്പുറം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാല്, ആദ്യത്തെ ഈ ഉൽപ്പത്തിയിൽ പറയുന്ന 1, 2, 3, 4, 7 ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ 24 hours ഡേ അല്ല. 24 hours ഡേ അല്ല, അത് ഡേയ്സ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തിന്റെ ദിവസങ്ങളാണത്. അത് ചിലപ്പോൾ 1000 വർഷമായിരിക്കാം. അത് ദൈവത്തിന്റെ ആ ദിവസങ്ങൾ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഈ 1ാമത്തെ ദിവസം ദൈവം ഉണ്ടാക്കുന്ന വെളിച്ചം എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിനകത്തുള്ള ഒരു വെളിച്ചമാണ്. അതൊരിക്കലും അത് ആ ഒരു വലിയ ലോകത്തിലുള്ള ഒരു വെളിച്ചമാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിനകത്ത് മൊത്തം ലൈറ്റ് കാണും. പക്ഷെ വീട്ടിനകത്ത് ഒരു സെപ്പറേറ്റ് റൂമാണ് ഈ എർത്ത് എന്ന് പറയുന്നത്. ഈ വലിയ യൂണിവേഴ്സിനകത്ത് മിൽക്കി വേക്കകത്തുള്ള ഒരു ചെറിയ പ്ലാനറ്റ് ആണ്. അപ്പൊ ഈ 14ാം വാക്യത്തിലേക്ക് വരാം. 14ാം വാക്യം ഞാൻ വായിക്കാം. അതിനകത്താണ് 4ാമത്തെ ദിവസം. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിതാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അപ്പം 4ാമത്തെ ദിവസം ദൈവം എവിടെയാണ് ലൈറ്റ് ഉണ്ടാക്കുന്നത്? ആകാശവിതാനത്തിൽ.
ഈ ആകാശവിധാനം എന്നാണ് ഉണ്ടായതെന്ന് അറിയാമോ? ആകാശവിധാനം 6-ാം വാക്യം വായിക്കുമ്പോൾ 2-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. അപ്പൊ ദൈവത്തിന്റെ 2-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ എർത്തിൻ്റെതായിട്ടുള്ള ഒരു സ്കൈ, നമ്മുടെ മുകളിലുള്ള ഒരു വിധാനമുണ്ടല്ലോ, ആ വിധാനത്തെ ദൈവം ഉണ്ടാക്കിയത്. സ്ട്രാറ്റോസ്ഫിയർ, ഇങ്ങനെ ഓരോ സ്ഫിയറുകൾ തിരിച്ചു പറയുന്നതായിട്ടുള്ള ഈ ഒരു സംവിധാനം ദൈവം 2-ാം ദിവസത്തിലാണ് ഉണ്ടാക്കിയത്. ഈ സംവിധാനത്തിൽ, ഈ സിസ്റ്റത്തിൽ ദൈവം ലൈറ്റ് വെച്ചതാണ് 4th ഡേയില്. അല്ലാതെ ദൈവത്തിന്റെ സ്വർഗത്തിൽ ഈ വലിയ മിൽക്കി വേക്ക് അപ്പുറമുള്ള ആ യൂണിവേഴ്സിൽ ദൈവം അതിനു മുമ്പേ ലൈറ്റിനെ ഉണ്ടാക്കി. അത് സ്വർഗത്തിലെ വെളിച്ചമായിരിക്കാം, അതല്ലെങ്കിൽ ജൂപ്പിറ്ററിലോ മാഴ്സിലോ വീനസിലോ നെപ്റ്റ്യൂണിലോ അതിന്റെ അപ്പുറമൊക്കെയുള്ള വെളിച്ചങ്ങളായിരിക്കാം. പക്ഷെ എർത്തിന് വേണ്ടി എർത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റാർ ആയിട്ട് സൂര്യനെയും ചന്ദ്രനെയും എർത്തിന് വേണ്ടിയതായിട്ടുള്ള നക്ഷത്രങ്ങളെ ദൈവം നിയമിച്ചത് എന്നാണ്? ഈ 4th ഡേയിലാണ്. അത് എർത്തുമായിട്ടുള്ള റിലേഷനിൽ. അതുകൊണ്ടാണ് 14-ാം വാക്യത്തിൽ ആകാശവിധാനം. ഈ ആകാശവിധാനത്തെ ഉണ്ടാക്കിയത് ഡേ 2-ലാണ്. ഇനി 18-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. അപ്പം ഈ 2-ാമത്തെ ദിവസത്തിൽ ഉണ്ടാക്കിയ ആകാശവിധാനത്തിൽ നിർത്താൻ തക്കവണ്ണം ദൈവം സ്ഥാപിച്ച ലൈറ്റുകളെ കുറിച്ചാണ് 4-ാം ദിവസത്തിൽ പറയുന്നത്. വീണ്ടും കുറച്ചും കൂടെ അതിന് എക്സ്പ്ലനേഷൻ പറയാം. 15-ാം വാക്യത്തിലേക്ക് വരട്ടെ. 14-ാം വാക്യം ബാക്കി വായിക്കാം. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനും ഉതകട്ടെ. അവിടെയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രത്യേകത വരുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് ബിഗിനിങ് ഓഫ് ടൈം എന്നൊരു സംഗതിയെ കുറിച്ചാണ് പറയുന്നത്. ശരിയാണ്, സമയത്തിന് ആരംഭമുണ്ട്, ബിഗിനിങ് ഓഫ് ടൈം. അപ്പൊ 4-ാമത്തെ ദിവസത്തിലാണ് നമ്മളുടെ സമയങ്ങൾ ആരംഭിക്കുന്നത്. ഇപ്പൊ ഇറ്റേണിറ്റിയിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോഴും നമ്മളുടെ ഇവിടുത്തെ 24 hours ആയിരിക്കത്തില്ല. മാസം തോറും പുതിയ ഫലം കായ്ക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ജനുവരിയിൽ ആപ്പിള്, ഫെബ്രുവരിയിൽ ഓറഞ്ച്, മാർച്ചിൽ ഗ്രേപ്സ്. നോ, അല്ലല്ല. അത് ദൈവത്തിന്റെ സമയങ്ങൾ, ദൈവത്തിന്റെ ഡേയ്സ് ആൻഡ് ദൈവത്തിന്റെ ആ ഒരു ടൈം ഗ്യാപ്പാണ് പറയുന്നത്. ഇസ്രായേലിന് ദൈവം 7 ദിവസം, 7 ആഴ്ച, 7 ദിവസങ്ങൾ, 7 ആഴ്ചകൾ, 7 മാസങ്ങൾ, 7 വർഷങ്ങൾ, 7 വർഷങ്ങൾ, ഇങ്ങനെ ജൂബിലി വർഷങ്ങളൊക്കെ പറയുമായിരുന്നു. ചിലപ്പോൾ അതൊക്കെ ദൈവത്തിന്റെ ഒരു അവറായിരിക്കും, ദൈവത്തിന്റെ ഒരു മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ടൈമും അതായിട്ട് അതിനെ കണക്ക്. അപ്പം സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്ന ബിഗിനിങ് ഓഫ് ടൈം എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം ബൈബിൾ 4-ാമത്തെ ദിവസത്തിലാണ് കാലങ്ങളും സമയങ്ങളും തിരിക്കുന്നതായിട്ടുള്ള ലോകത്തിന് ഉള്ളത് നൽകിയത് 4-ാമത്തെ ദിവസം. അപ്പൊ അതിനു മുമ്പുണ്ടായിരുന്ന കാലങ്ങളും ദിവസങ്ങളും ഒക്കെ ഏതാണ്? അത് ദൈവത്തിന്റെ ദിവസമാണ്. അത് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അത്. ഇനി അടുത്ത ഇതിലേക്ക് പറയുമ്പോൾ കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനുമായി ഉതകട്ടെ. എന്നിട്ട് 15-ാം വാക്യത്തിൽ അതിന് കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. 15-ാം വാക്യത്തിൽ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ. അവിടെ വ്യക്തമായിട്ട് പറയാണ്, 4-ാമത്തെ ദിവസത്തിൽ ദൈവം ഉണ്ടാക്കിയ ലൈറ്റ് ഏതിനു വേണ്ടിയുള്ള ലൈറ്റാണ്? ഭൂമിയെ പ്രകാശിപ്പിക്കാൻ. അപ്പം ഭൂമിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സൂര്യനെ ഉണ്ടാക്കിയതാണ് എന്ന് 4-ാമത്തെ ദിവസം. ഞാൻ ചിന്തിക്കുന്നു ഇത്രയും പറഞ്ഞപ്പോ ക്ലിയർ ആയെന്ന്. വീണ്ടും അതിന്റെ 17-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി പകലും രാത്രി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. അപ്പൊ ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പൊ ചോദിക്കുക, അവിടെ ദൈവത്തിന്റെ പകലും രാത്രിയോ? അപ്പൊ ദൈവത്തിന് പകലും രാത്രിയും ഉള്ളതായിട്ടുള്ള ഒരു വലിയ യൂണിവേഴ്സ് ഉണ്ട്. ആ യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ, ഒരു ചെറിയ സിസ്റ്റമാണ് ഈ എർത്ത് എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ ഇത് ആണ്. ആകയാൽ 4-ാമത്തെ ദിവസത്തെ ലൈറ്റ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ 4-ാമത്തെ ദിവസത്തെ ലൈറ്റ് ദൈവം എർത്തിന് വേണ്ടി ഇട്ടതാണ്. 1-ാമത്തെ ദിവസം പറയുന്ന ലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ദൈവം മീറ്റർ വലിച്ച് KSEBയുടെ കണക്ഷൻ തന്നു. പക്ഷേ 4-ാമത്തെ ദിവസമാണ് എൻ്റെ മുറിക്കകത്ത് ദൈവം ഒരു ബൾബ് കൊണ്ടിട്ടത്. എനിക്ക് തോന്നുന്നു മനസ്സിലായി എന്ന്. മനസ്സിലായി. ഇതിപ്പം പറഞ്ഞപ്പം ഇത് ശരിക്കും നമ്മളെല്ലാരും കേട്ടിട്ടുള്ളൊരു, നമ്മള് കൊച്ചിലെ മുതൽ കേട്ട് വരുന്ന കാര്യമാണ്. പക്ഷെ ഒരാൾ പെട്ടെന്ന് നമ്മളോട് ചോദിക്കുമ്പം, അന്ന് പാസ്റ്റർ പറഞ്ഞപ്പം പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കേട്ടപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ അല്ലേ? ഇങ്ങനെയാണ് പല ക്വസ്റ്റ്യനുകളും വരുന്നത്. അതായത്
ഇപ്പൊ ചിലപ്പോ ഒരു വേറൊരാള് നമ്മളോട് വന്നിട്ട് ചോദിക്കുകയാണ് ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും നമുക്കത് അറിയാവുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ അത് അയാൾ പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കും കൺഫ്യൂഷൻ ആവും, അതിന് ഉത്തരം എന്താ പറയണേന്ന് നമുക്കും അറിയത്തില്ല അല്ലെ? അങ്ങനത്തെ ഇനി അത് തന്നെയല്ല, ഞാൻ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ ഞാൻ വേറെ ഒരു ബുക്കും എടുത്തില്ലല്ലോ. അതെ, ഇൻസൈഡ് ബൈബിൾ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻസർ. നമ്മള് കഴിഞ്ഞ സെഷനിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പം ആ ക്വസ്റ്റ്യന്റെ ഓക്കെ, നമ്മൾ ചോദിച്ചായിരുന്നു പെന്തക്കോസ്റ്റ് ചർച്ചസിൽ എന്തുകൊണ്ടാണ് ഓർണമെന്റ്സ് ഇപ്പോഴും അലൗഡ് അല്ലാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് ആൾക്കാർ എഴുതി ചോദിച്ചതാണ്, ദൈവം ഓർണമെന്റ്സ് അണിയിച്ചിട്ടുണ്ടല്ലോ എസെക്കിയേൽ 16:11. എസെക്കിയേൽ 16 അധ്യായം പറയുന്നത്, എസെക്കിയേൽ 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ എസെക്കിയേൽ 16 അധ്യായം ഒരു വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്, ഒരു രാഷ്ട്രത്തെ കുറിച്ചാണ് പറയുന്നത്. എസെക്കിയേൽ 16 പറയുമ്പോൾ മനുഷ്യപുത്ര നീ യെരൂശലേമിനോട് സംസാരിക്കേണ്ടത്. അപ്പം ദൈവം യെരൂശലേം എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ല, അതൊരു സിറ്റിയാണ്. എന്നിട്ട് ഈ സിറ്റിയോട് ദൈവം പറയുകയാണ്, നിന്റെ അപ്പൻ അമോര്യനും നിന്റെ അമ്മ ഹിത്യ സ്ത്രീയുമായിരുന്നു. അപ്പൊ ഇത് അബ്രഹാമിന്റെ കാലത്തുള്ള ആ ഒരു പൂർവിക പാരമ്പര്യത്തിലേക്ക് പോവാ. പക്ഷേ ഈ ഒരു സിറ്റിയെ ആരും പ്രസവിക്കാറില്ല, ഒരു സിറ്റിയെ ആരും ജനിപ്പിക്കാറില്ല. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിന്റെ ജനന വസ്തുവോ ജനിച്ച നാളിൽ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയുക, ജനിച്ച കാലം. ഇത് ഈ ജനനത്തെയൊക്കെ പറയുന്നത് ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ് പറയുന്നത്. പക്ഷേ ഈ യെരൂശലേം ഈ മനുഷ്യക്കുഞ്ഞിനെ പോലെ ജനിച്ചിട്ടില്ല, അതിന് ഉപ്പ് തേക്കേണ്ടി വന്നിട്ടില്ല, ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. ഇത് ദൈവം ഒരു പോയട്രിക്കൽ ഒരു ഭാഷയായിട്ട്, ഒരു അലങ്കാര ഭാഷയായിട്ട് ദൈവം ഇത് പറയുക. അതുപോലെ ദൈവം മറ്റൊരിടത്ത് പറഞ്ഞൊരു ഭാഗം ഞാൻ പറയാം. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതും സന്ധി മജ്ജകളെ വേറുപിടിവിച്ച് പ്രാണനെ വരെ കുത്തിത്തുളച്ച് ചെല്ലുന്നതുമാണ്. ഇപ്പം സ്റ്റെഫി കണ്ണടച്ച് ഞാൻ പറഞ്ഞ ഈ ഒരു ആയുധത്തെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കണം. ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളത്, ഒറ്റ കുത്തിയാൽ നമ്മുടെ ജോയിന്റ്സിനെ എല്ലാം കിഴിച്ച് കയറി അകത്ത് നമ്മുടെ ഹാർട്ടിൽ ചെന്നിട്ടിക്കുന്ന സാധനം. പക്ഷെ അതെന്താണ്? അതിൻ്റെ ഒരു പൊയറ്റിക്കൽ ലാംഗ്വേജ് ആണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പൊയറ്റിക്കൽ ലാംഗ്വേജിലാണ് പറയുന്നത്, ഞാൻ നിന്നെ ആഭരണം അണിയിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആഭരണം അണിയിക്കുക എന്ന് പറയുന്നത് ദൈവം ഒരു മനുഷ്യനെ ആഭരണം അണിയിക്കുകയല്ല. ഇനി അടുത്തൊരു കാര്യം, ദൈവം നമ്മളെ ആഭരണം അണിയിക്കും, നോ പ്രോബ്ലം, ദൈവം നമ്മളെ ആഭരണം അണിയിക്കും. പക്ഷേ ദൈവം ആഭരണം അണിയിക്കുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, ഏത് ബന്ധക്കോസുകാരനായാലും ഏത് പാസ്റ്ററിനായിരുന്നാലും ദൈവം അവന്റെ കഴുത്തെ കൊണ്ടുപോയി ഒരു മാല ഇട്ടാൽ, അത് സ്വർണമായാലും വെള്ളിയായാലും എന്തോ മാലയായാലും, ദൈവം രാത്രി കൊണ്ടുവന്ന് എൻ്റെ കഴുത്തിൽ ഒരു മാല ഇട്ട് തന്നാൽ ഞാനത് ഊരേണ്ട കാര്യമില്ല. ദൈവം തന്ന കാശ് കൊണ്ടുപോയി മേടിക്കുന്ന മാലയല്ല, കല്യാൺകാരനും ജോയി ആലുക്കാസും തട്ടാനെ വെച്ച് ഉണ്ടാക്കുന്ന മാലയല്ല. ദൈവ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വർണ്ണമാല കൊണ്ടുവന്ന് എൻ്റെ തലയിൽ കഴുത്തേലിട്ടാൽ ഞാൻ എന്തിനു ദൂരണം? ഈ ചോദ്യം ചോദിച്ച കുഞ്ഞിന്റെ അടുക്കലും ധൈര്യത്തോടു കൂടി പറയണം, കർത്താവ് ഒരു ആഭരണം അവളുടെ മേളിൽ ഇട്ടാൽ അവളെ ദൂരേണ്ട കാര്യമേ ഇല്ല, അവനെ ദൂരേണ്ട കാര്യമില്ല, കടയിൽ നിന്ന് മേടിച്ചിടേണ്ട കാര്യമില്ല, കർത്താവ് കൊണ്ടിട്ടാൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇനി നീതിയുടെ കിരീടം നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. അപ്പം കർത്താവ് നൽകുന്ന ആഭരണം അന്നും ധരിക്കാം, ഇന്നും ധരിക്കാം. ഞാൻ പറയട്ടെ, എൻ്റെ പിരികം ദൈവം എനിക്ക് നൽകിയ ആഭരണമാണ്, എൻ്റെ മുടി ദൈവം എനിക്ക് നൽകിയ ആഭരണമാണ്, എൻ്റെ നാക്ക് ദൈവം എനിക്ക് നൽകിയ ആഭരണമാണ്, എൻ്റെ പല്ല് ദൈവം എനിക്ക് നൽകിയ ആഭരണമാണ്, എൻ്റെ ബോഡി തന്നെ എൻ്റെ ദൈവം എനിക്ക് നൽകിയ ആഭരണമല്ലേ. ഞാൻ എന്താ പിരികം പഠിച്ചുകൊണ്ട് നടക്കാത്ത? ദൈവം എനിക്ക് നൽകിയ ആഭരണം. അപ്പൊ ചോദിച്ചേക്കാം, ദൈവം നൽകിയ താടിയും മീശ എന്തിനാ മേടിച്ചെന്ന്. ഇപ്പൊ എൻ്റെ ഫാദർ എനിക്കൊരു ഷർട്ട് മേടിച്ചു തന്നു, അല്ലെ എനിക്കൊരാൾ ഒരു ഷർട്ട് മേടിച്ചു തന്നു. ആ ഷർട്ട് മടക്കി വെക്കണോ, ആ ഷർട്ട് ഫുൾ സ്ലീവ് ഇടണോ എന്നുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? എനിക്കുണ്ട്. ഓക്കെ. പക്ഷെ ഞാൻ ഈ ഷർട്ട് വികൃതമാക്കിക്കൊണ്ട് നടന്നാൽ, ഈ ഷർട്ടിന്റെ 2 കൈ മുറിച്ച് കളഞ്ഞിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ മേടിച്ചു തന്നാക്ക് സങ്കടം തോന്നും. ഓക്കെ. പിന്നെ ഈ ഓർണമെന്റിനകത്തുള്ള വേറൊരു സംഗതി പറഞ്ഞാല്, ഈ ഓർണമെന്റിനകത്തുള്ള ഒരു ഭാഗം ഞാൻ പറഞ്ഞാല്,
ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം, അത് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി ഞാൻ പറയുകയാണെ. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. അപ്പോ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളൊരു കുരിശു മാലയായിട്ട് ഇട്ടാൽ കുഴപ്പമുണ്ടോ എന്ന്. അത് കർത്താവിന്റെ അല്ലേ, കുരിശിട്ടാൽ എന്താ, ജീസസ് എന്ന് എഴുതി കഴുത്തേൽ ഇട്ടാൽ നല്ലതാണോ എന്നൊക്കെ. അപ്പൊ ഇത് ഏത് കൾച്ചറാണെന്ന് ഞാനൊന്ന് പറയാൻ വേണ്ടിയായി ജഡ്ജസിലേക്ക് കൊണ്ടുവന്നു. ന്യായാധിപന്മാർ 8:26. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കന്റെ തൂക്കം 1700 ശേക്കലായിരുന്നു. ഇത് ഗിദെയോനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ഭാഗം, ഇതല്ലാതെ ചന്ദ്രക്കലകളും കുണ്ടലങ്ങളും മിദ്യ രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഒട്ടകങ്ങളുടെ കഴുത്തിലും രാജാക്കന്മാരുടെ കഴുത്തിലും ഒക്കെ മാലയിട്ടിട്ട് അതിന്റെ അറ്റത്ത് ചന്ദ്രക്കൊല ഇടുമായിരുന്നു. അതായത് ഹാഫ് മൂണിന്റെ ഇടുമായിരുന്നു. ഇതെന്താണെന്ന് പറഞ്ഞാൽ, അക്കാലത്തെ ഒരു ദേവിയായിരുന്നു അശേര. അപ്പൊ അശേര എന്ന് പറഞ്ഞാൽ മൂൺ ഗോഡസ് എന്നായിരുന്നു, ചന്ദ്രദേവത എന്നായിരുന്നു, മൂൺ ഗോഡസ് ആയിരുന്നു. അപ്പം അവരെന്ത് ചെയ്തിരുന്നു, അവരുടെ ദൈവത്തെ കാണിക്കാൻ വേണ്ടി അവരുടെ കാളയുടെയും ഒട്ടകത്തിന്റെ എല്ലാം കഴുത്തിൽ ഇങ്ങനെ ഒരു മാല കെട്ടി ചന്ദ്രന്റെ ഒരു ഹാഫ് മൂണിനെ ഇടും. കാരണം അത് അവരുടെ ദൈവത്തെ അവർ കഴുത്തെ കെട്ടിയിടുക. അപ്പൊ ഈ ആഭരണം ഇടുക എന്നുള്ളതിന്റെ ഉദ്ദേശം തന്നെ ഇതൊരു പാഗൻ കൾച്ചറാണ്. അപ്പോൾ അവരുടെ ദൈവത്തെ അവർ കഴുത്തെ കെട്ടിക്കൊണ്ട് നടക്കുക. ഈ പേഗൻ കൾച്ചറിൽ നിന്നാണ് നമ്മളും എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ ദൈവത്തിന്റെ കുരിശു രൂപത്തെ കഴുത്തെ കെട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. ഇറ്റ്സ് നോട്ട് ക്രിസ്ത്യാനിറ്റി, ഇത് പേഗൻ കൾച്ചറാണ്. അത് പ്രാകൃത മത സംസ്കാരമാണ്. അപ്പൊ അശേര എന്ന ദേവതയുടെ ചന്ദ്രദൈവം. അപ്പൊ ആ ചന്ദ്രനെ എന്ത് ചെയ്യും, അവർ കഴുത്തിലിടും. സൂര്യദൈവം, ഉടനെ അവരെന്ത് ചെയ്യും, സൂര്യനെ ഇങ്ങനെ കഴുത്തിലിടും. സ്കോർപ്പിയൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്, അറിയാമല്ലോ, ജനിക്കുന്ന മാസങ്ങളിൽ വെച്ച്. അപ്പൊ ഈ സ്കോർപ്പിയനെ എടുത്ത് എന്ത് ചെയ്യും, തന്റെ നക്ഷത്രത്തെ എടുത്ത് കഴുത്തേലിടും. അതിനെ പിന്നെ പച്ചകുത്തും. ഈ വിധമായിട്ടുള്ള ഇത് ഒരു പേഗൻ കൾച്ചറാണ്. അതിനുവേണ്ടിയാണ് ആഭരണങ്ങൾ തന്നെ ഇട്ടു തുടങ്ങിയത്. ആഭരണങ്ങൾ തന്നെ ഈ ദൈവത്തെ കഴുത്തെ കൊണ്ട് നടക്കേണ്ടതിന് വേണ്ടി. അപ്പം കാശില്ലാത്തവൻ എന്ത് ചെയ്തു, ചരട് കെട്ടി ദൈവത്തെ ഇട്ടു, കാശുള്ളവൻ സ്വർണം കെട്ടി ദൈവത്തെ ഇട്ടു. അപ്പൊ അതാണ് അതിന്റെ സിമ്പിൾ സെൻസ്, അതാണ്. ഓക്കെ, അപ്പം അതിന്റെ ഉത്തരം ഓൾറെഡി നമ്മൾ കേട്ട് കഴിഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമ്മൾ ഇനി വേറെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വേർ ഇസ് ദ എവിഡൻസ്, ദൈവം റിയൽ ആണെന്ന് ബൈബിളിൽ എവിടെയാണ് എവിഡൻസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദൈവം ഗോഡ് ഈസ് റിയൽ ഗോഡ്. അപ്പോ ഒന്നാമത് ഞാൻ പറയട്ടെ, ദൈവത്തെ ഒരു റിയൽ ഗോഡ് എന്ന് പറയേണ്ട കാര്യമില്ല. ഗോഡ് ഈസ് ഗോഡ്. നമ്മൾ ദൈവമാണോ യഥാർത്ഥത്തിൽ ഉള്ള ദൈവം എന്ന് ചോദിക്കേണ്ട അർത്ഥമില്ല. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഏക സത്യ ദൈവമായ നിന്നെ. ഏക സത്യ ദൈവം. ഇനിയും അതുകൊണ്ട് ഒറിജിനൽ ദൈവമാണോ, ഈ ദൈവമാണോ ആ ദൈവമാണോ നല്ലതെന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ദൈവമെന്ന് പറയാൻ ഒരേ ഒരാളേ ഉള്ളൂ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തിനൊരു പേരിട്ട് വിളിക്കാൻ തക്കവണ്ണമുള്ള അറിവ് എനിക്കില്ല. അതുകൊണ്ട് ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നു. എന്റെ ദൈവത്തിന്റെ പേരെന്താ? സ്റ്റെഫിയുടെ ദൈവത്തിന്റെ പേരെന്താ? ദൈവം. അപ്പം പേര് വിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിന്റെ ദൈവമോ ക്രിസ്ത്യന്റെ ദൈവമോ എന്നോ അല്ല. ദൈവം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. ആ സത്യ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് യഥാർത്ഥ മാർഗം. അല്ലാതെ ബൈബിൾ പറയുന്ന ദൈവമാണോ വേറെ പറയുന്ന ദൈവമാണോ? ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തെ കുറിച്ച് എന്റെ പുസ്തകം പറയുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഓക്കെ, ഇനി അടുത്ത വിഷയം, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമല്ലോ. ബൈബിളിൽ സത്യദൈവമാണോ എന്ന് ഉള്ളത് സംശയമുള്ളവരുണ്ടെങ്കിൽ വേണമെങ്കിൽ എഴുതിയെടുത്തോട്ടെ. 46-ാം സങ്കീർത്തനം 10-ാം വാക്യം, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവി. ഞാൻ ദൈവം. ഞാനാണ് ഒറിജിനൽ ദൈവം എന്നല്ല പറഞ്ഞത്, ഞാനാണ് ദൈവം. ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവി. എന്നിട്ട് അടുത്ത പറയാണ്, ജാതികളുടെ ഇടയിലും ഭൂമിയിലും ഉന്നതനാകും. അപ്പം ജാതികളിലും ഭൂമിയുടെയും നടുവിൽ റിയൽ, ചോദിച്ച അതേ രീതി പറയാം, റിയൽ ഗോഡ് എന്ന് ദൈവം അവിടെ തെളിയിക്കും. ഇനിയും ജെരമ്യ 32 വന്നോട്ടെ. ജെരമ്യ 32 വന്ന് അതിന്റെ 21-ാം വാക്യം ഞാൻ ഒന്ന് വായിച്ചിരിക്കാം. ജെരമ്യ 32:21.
ഇരുപത്തിയേഴാം വാക്യം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവ. ക്രിസ്ത്യൻ ഗോഡാണോ? ഇസ്ലാം ഗോഡാണോ? ഗോഡ് ഓഫ് ഓൾ ഫ്ലഷ്. അത് ഏത് കോണ്ടിനെന്റിൽ ജനിച്ചാലും, ഏത് കൺട്രിയിൽ ജനിച്ചാലും, ഏത് കാസ്റ്റ് ആയിരുന്നാലും, റിലീജിയൻ ആയിരുന്നാലും, ഇവർക്കെല്ലാം മീതെ ഉള്ള സുപ്പീരിയർ പവർ ആരാണ്? ദൈവമാണ്. നെബൂഖദ്നേസർ ബാബേൽ രാജാവായിരുന്നു. ആ ബാബേൽ രാജാവിന് സിംഹാസനം കൊടുക്കുകയും ഇറക്കുകയും ചെയ്ത ദൈവം ആരാ? ആ ഒറ്റ ദൈവം. ആ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, നമ്മളെയും തിരഞ്ഞെടുത്തു. ഇനിയും പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ മോശ ദൈവത്തിന്റെ അടുക്ക് പറഞ്ഞു, ദൈവമേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്താ പറയണം? ദൈവം പറഞ്ഞിട, ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്നെ പേരിട്ട് വിളിക്കാൻ പറ്റത്തില്ല, എനിക്ക് പേരിടാൻ പറ്റത്തില്ല. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, ഞാൻ സർവശക്തി. അപ്പം സകല ശക്തിയും, എനിക്ക് ഭയങ്കര പവറാണെന്നല്ല പറഞ്ഞത്, സർവശക്തിയും എൻ്റെ പക്കലുണ്ട്. ലൈറ്റ് എനർജി, സൗണ്ട് എനർജി, സോളാർ എനർജി, ഈ എന്തൊക്കെ ലോകത്ത് എന്തൊക്കെ പവർ ഉണ്ടോ അത്രയും പവറും എന്നിലുണ്ട്. നല്ല ശക്തിയുള്ള ദൈവമാണെന്നല്ല പറഞ്ഞത്, സകല ശക്തിയും ഉള്ള. ഏതൊക്കെ പവർ ലോകത്തുണ്ടോ ആ അത്ര പവറും ദൈവത്തിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, സോഴ്സ് ഓഫ് എവരി എനർജി, സോഴ്സ് ഓഫ് എവരി പവർ, അതെവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്ന്. സർവശക്തി. നല്ല ശക്തിയുള്ള ഒരു ദൈവം അല്ല എൻ്റെ ദൈവം. ഞാനും സ്റ്റെഫിയും ആരാധിക്കുന്നത് നല്ല ശക്തിയുള്ള ഒരു ദൈവത്തെ അല്ല. ആണോ? അല്ല, സർവശക്തിയുള്ള ഒരു ദൈവത്തെയാ. നല്ല പവറുള്ള ഒരു ദൈവത്തെ അല്ല, എവരി പവറുള്ള ഒരു ദൈവത്തെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇനിയും അടുത്ത യെശയ്യാ പ്രവചനത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൽ വരുമ്പോ അവിടെ പറയുന്ന ഒരു ഭാഗം, യെശയ്യാ പ്രവചനം 48:12. അതിനേക്കാൾ നല്ലൊരു വാക്യം അത് കഴിഞ്ഞ് ഞാൻ കേൾപ്പിക്കാം. 48:12. അവർക്ക് തെളിവല്ലേ വേണ്ടിയത്? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് തെളിവ് നമ്മൾ പറയണം, കഥ പറഞ്ഞാൽ പോരാ. യാക്കോബെ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ, എന്റെ വാക്ക് കേൾക്ക, ഞാൻ അനന്യൻ. അടുത്തത്, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ ഉളവായി വരുന്നു. ഇവിടെ പറയുന്നത് ഇതാണ്, ഞാൻ ആദ്യനാകുന്നു, അന്ത്യനാകുന്നു. ആദ്യനും അന്ത്യനുമായിരിക്കുന്ന ദൈവം. ഇനി കുറച്ചും കൂടെ ഇതായിട്ട് 45-ാം അധ്യായം, യെശയ്യാ 45-ാം അധ്യായം 5-ാം വാക്യം. എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന്റെ അൾട്ടിമേറ്റ് ആൻസർ ഇതാണ്. 45:5 ബൈബിൾ നൽകുന്ന റഫറൻസ്. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. മറ്റൊരുത്തനുമില്ലെന്ന്. മറ്റാരെക്കാട്ടിലും നല്ലവനെന്നല്ല പറഞ്ഞു, മറ്റാരെക്കാട്ടിലും വലിയവനെന്നല്ല പറഞ്ഞത്. അതുകൊണ്ടല്ലേ പറയുന്നത്, തുല്യം ചൊല്ലാൻ ആരുമില്ല. തുല്യം ചൊല്ലാൻ ആരുമില്ല. കർത്താവ് അതാ പറഞ്ഞു, എടാ മറ്റുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു നല്ല ദൈവമാണെന്നാണ് പറഞ്ഞല്ല. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനും ഇല്ലടാ, മറ്റൊരുത്തനുമില്ല. ഇനി അതിൽ കൂടിയ ഒരു ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. എടാ, മറ്റൊരുത്തനുമില്ല. എന്നിട്ട് അടുത്ത് പറയാം, ഞാനല്ലാതെ വേറെ ഒരു ദൈവം ഇല്ല, ഏക സത്യ ദൈവം. അപ്പൊ ദൈവം റിയൽ ഗോഡാണോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും അതിനല്ല ആൻസർ പറയേണ്ടത്. ആൻസർ ഈസ് ദ വൺ ആൻഡ് ഓൺലി ഗോഡ്. ആമേൻ. ഞാൻ ചിന്തിക്കുന്നു ആൻസർ ആയെന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ചോദിക്കുന്ന എന്നെ കുറച്ചൊന്ന് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ട്. അതേപോലെ കേൾക്കുന്നവർക്ക് ചിലപ്പം ഇത് ചോദിച്ച കുറച്ചുപേർ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉള്ള കുറച്ചുപേരല്ലാതെ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നും, അത്ര രസിച്ചുകൂടാത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് കുറെ റിലേഷൻഷിപ്പ് ബൈബിളിൽ കാണാം. അത് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നോക്കിയാൽ അപ്പൻ മക്കളോട്, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ, സെക്ഷൽ ഇമ്മോറാലിറ്റി. അത് അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോ ഇതിനകത്ത് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കുക, ഇതൊക്കെ എന്തിനാ ബൈബിളിൽ എഴുതിയിരിക്കുന്നതെന്ന്. ബൈബിളിന്റെ പേരെന്ന് പറഞ്ഞാൽ സത്യവേദ പുസ്തകം. അപ്പോ അതിനകത്ത് ട്രൂത്തായിട്ട് പറയണം. ചില കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട്
പറയാൻ തക്കവണ്ണം ഇല്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആധാരം എഴുതുമ്പോഴും വക്കീലന്മാരും ഒക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ മറച്ചു വെച്ച് എഴുതും. ബൈബിൾ അതല്ല. പിന്നെ ബൈബിൾ അതുകൊണ്ട് സത്യം പറയുന്ന ഒരു പുസ്തകമാണ്. രണ്ട്, ബൈബിൾ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. ഓരോ കാലഘട്ടങ്ങളുടെ രീതി ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളുടെ ഇത് വെച്ചാണ് ഓരോ കാലഘട്ടത്തിന് ഒരു ഓരോരോ ഒരു എറ ഒരു 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 കാലമാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ ലോത്തും മക്കളും തമ്മിലുള്ള ഒരു വിഷയമാണ്. ലോത്തും മക്കളും ഉള്ള ഒരു സെക്സ് ആൻഡ് മൊറാലിറ്റി. പക്ഷെ അതിനകത്ത് പറയുന്ന ഒരു ഭാഗം, അവരൊരിക്കലും ഒരു ലസ്റ്റ് കൊണ്ടല്ല, അവരൊരു മോഹം കൊണ്ടല്ല അവരത് ചെയ്തത്. അവർ മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തത്. അവർ മക്കൾക്ക് വേണ്ടി ചെയ്തു. മനുഷ്യന്റെ മേളിൽ പാപം കടന്നു വരുന്ന രണ്ട് തലങ്ങളാ. ഒന്ന് ഭയം, ഭയപ്പെട്ട് പാപം ചെയ്യും. രണ്ട്, മോഹിച്ച് പാപം ചെയ്യും. അപ്പം ലോത്തിന്റെ മക്കൾ എന്തുകൊണ്ട് അത് ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ ഭയമാണ് അവരെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ആ ഒരു ഭാഗം. അപ്പൊ അവരുടെ ബന്ധങ്ങളെക്കാട്ടിലുപരി അവർക്ക് അവരുടെ ഫ്യൂച്ചർ ആയിരുന്നു ചിന്ത. അതുകൊണ്ട് അവരത് ചെയ്തു. രണ്ടാമത്, ഈ ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറയുന്നത് കൂടുതൽ ആ ദാവീദിന്റെ വീട്ടിനകത്തൊക്കെയാണ് ഇന്ന് നടന്നത് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു കാര്യം ന്യായപ്രമാണത്തിലും പറയുന്നുണ്ട്, നിന്റെ അപ്പന്റെ മകളെ നീ ഭാര്യയായിട്ട് എടുക്കരുതെന്ന്. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലൈഫ് സ്ട്രക്ചർ അല്ല അന്നത്തെ ലൈഫ് സ്ട്രക്ചർ. ഈ ഒരു 50 വർഷം മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ അമ്മാച്ചന്റെ മോള്, എൻ്റെ അമ്മയുടെ ബ്രദറിന്റെ മോളെ ഞാൻ എൻ്റെ പെങ്ങളായിട്ടാണ് കാണുന്നത്. അതേസമയം ഹിന്ദു കൾച്ചറിൽ ഒരു 50 വർഷം മുമ്പ് അമ്മാച്ചന്റെ മോള് മുറപ്പെണ്ണായിരുന്നു, ഭാര്യയായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ അമ്മാച്ചന്റെ മോളെ, നമ്മുടെ പപ്പയുടെ അനിയന്റെ, പപ്പയുടെ ചേട്ടന്റെ ഒക്കെ മോളെ നമ്മുടെ സ്വന്തം കൊച്ച്, നമ്മുടെ പെങ്ങള്, നമ്മള് അങ്ങനെ നമുക്ക് ഒരിക്കലും അവളെ വേർത്ത് നോക്കിയാൽ പോലും നമുക്ക് സങ്കടം വരും. അപ്പൊ അത് ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ പിന്നെ ഈ ദാവീദിന്റെ ഒക്കെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ പപ്പ, മമ്മി, ബ്രദർ, സിസ്റ്റർ അങ്ങനെയല്ല. ദാവീദിന് 5 ഭാര്യമാര് കാണും. ഈ 5 ഭാര്യമാരും 5 വില്ലേജിലായിരിക്കും താമസിക്കുന്നത്, 5 വീട്ടിലായിരിക്കും താമസിക്കുന്നത്, ഒരു വീട്ടിലല്ല. ഇന്നും ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്കറിയാലോ, രാജാവിന്റെ ഒരു ഭാര്യയ്ക്ക് അവിടെ ഒരു വീട്, വേറൊരു ഭാര്യയ്ക്ക് അവിടെ ഒരു വീട്, അവരുടെ മക്കളെല്ലാം കൂടെ അവിടെ വളരും, ഇവരുടെ മക്കളെല്ലാം കൂടി ഇവിടെ വളരും. അപ്പൊ അപ്പൻ ഒന്നാണെങ്കിലും അമ്മ പലരാ, അപ്പൻ ഒന്നാണെങ്കിലും വീട് പലതാ. അപ്പൊ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റി അല്ല അന്നത്തെ കമ്മ്യൂണിറ്റി. അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത്, ആ കാര്യങ്ങളിലൊക്കെ ബൈബിളിൽ എഴുതുന്നത് അതൊരു കാലഘട്ടത്തെ കുറിച്ച് എഴുതുകയാണ്. ഇതൊരു ചരിത്ര പുസ്തകമാണ്. അപ്പൊ ആ ചരിത്രത്തെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് നമ്മളത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ സൊസൈറ്റി നിന്നുകൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ ഇടയിൽ ആൾക്കാർ പറയും, ഞങ്ങളുടെയൊക്കെ കാലത്ത് കൺവെൻഷന് പോയ 3 ദിവസം ഞങ്ങൾ അവിടെ കിടന്നിട്ടായിരുന്നു വരുന്നതെന്ന് പറയും. എൻ്റെ പൊന്നെ, അന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. 4 വാഴ വെച്ചിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാല് പിന്നെ വാഴ കൊലയ്ക്കുമ്പോഴത്തേക്ക് വന്നാൽ മതി, അല്ലെ കാറ്റടിക്കുന്നതിന് മുമ്പ് ഇത് വെക്കാൻ വന്നാൽ മതി. പക്ഷെ ഇന്ന് ജോലി ചെയ്യുന്ന കമ്പനികളിൽ ഒരാഴ്ച ലീവ് എടുക്കാൻ പോലും പറ്റത്തില്ല. അത്യാവശ്യം ലീവ് വേണമെങ്കിൽ എന്തോ ഈ വർക്ക് അറ്റ് ഹോമാ കൊടുക്കുന്നത്, ലീവല്ല കൊടുക്കുന്നത്. അപ്പം എൻവിറോൺമെന്റ് മാറുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നിട്ട് അന്നത്തെ പ്രശ്നങ്ങളെ നമ്മൾ എടുത്ത് നോക്കരുത്. അതാണ് അത് ഞാൻ പറഞ്ഞത് സൊല്യൂഷനായെന്ന് കരുതുന്നു. അതെ. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞത് എന്നെ കുറച്ചുകൂടി ചിന്തിച്ചു. അതായത് നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ ഒരു കാര്യം പോലും മറച്ചു വെക്കാതെ അത് അതിൻ്റെതായ രീതിയിൽ എല്ലാം എന്താ പറയാ കറക്റ്റ് ആയിട്ട് അത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ അടുത്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ചുകളിൽ ഇത് ഏത് കാര്യവും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. നമ്മുടെ പാസ്റ്റേഴ്സിന്റെ അടുക്കൽ ഏത് കാര്യവും ചോദിക്കും. അയ്യോ, ഈ ചോദ്യമാണോ കൊച്ചു ചോദിക്കുന്നേ? എടാ, ഇതിന് നമ്മൾ മറുപടി പറഞ്ഞില്ലേ അവൻ വേറൊരിടത്ത് പോയി മറുപടി ചോദിക്കും. അതെ, എനിക്ക് ഈ ഒരു സെഷൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും എനിക്ക് ആദ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പലതും, അതായത് എക്സാമ്പിൾ പറഞ്ഞ പേരന്റിങ്, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കൗൺസിലിങ്ങിന്റെ ഒക്കെ കുറെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. എന്നാൽ ചില സബ്ജക്റ്റുകളിൽ വളരെ ചുരുക്കമായിട്ടാണ് നമ്മുടെ ആൾക്കാർ സംസാരിച്ചിട്ടുള്ളത്. അതും ഈവൻ ഇൻ ചർച്ചസിലായാലും വളരെ ചുരുക്കമായി. അത് നമ്മുടെ പിള്ളേർക്ക് ഇപ്പൊ ലോകത്തിൽ നല്ല പോലെ നോളജ് കിട്ടുന്നുണ്ട് അല്ലെ. അവിടോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ ചർച്ചിൽ നിന്ന് നമ്മൾ പറയേണ്ട അടുത്തുനിന്ന് അവർക്ക് കേൾക്കേണ്ട അടുത്തുനിന്ന്
ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതിനകത്ത് വന്ന ഒരു പ്രശ്നം, എന്റെ അച്ചാച്ചൻ, അതായത് എന്റെ എൽഡർ ബ്രദർ പത്തനംതിട്ട കോളേജിൽ പഠിക്കുന്ന സമയത്ത് അച്ഛന് കിട്ടിയതായിട്ടുള്ള ഒരു കുറെ ബുക്ക്ലെറ്റ്സ് ഉണ്ട്. അപ്പൊ അന്നൊക്കെ നമ്മൾ ഈ ആരെ കണ്ടാലും സുവിശേഷം പറയണമെന്ന് പറയും. പക്ഷേ ഈ സുവിശേഷം പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. തിരിച്ചിങ്ങോട്ട് നമ്മളെ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും നമുക്ക് ഇതാവത്തില്ല. അപ്പൊ അന്ന് അച്ഛന് ഞാൻ ആ ഗ്രൂപ്പിനെ പറഞ്ഞു തന്നെ പറയാം, കുറെ ഇസ്ലാം ഫ്രണ്ട്സ് ഇന്ന് പെരുമ്പാവൂരുള്ള ഒരു ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ ആക്ഷേപിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം എൻ്റെ അച്ചാച്ചൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ലാസർ എന്നായിരുന്നു. എൻ്റെ അച്ചാച്ചൻ്റെ ഒത്തിരി കൂട്ടുകാരനായിരുന്നു. ഇന്നിപ്പോ അദ്ദേഹം വേറെ പേരിലാണ്. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അച്ഛൻ അന്ന് ബുക്ക്ലെറ്റുകൾ കൊടുക്കും. അപ്പൊ ആ ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ട് പേജിൽ എന്താണെന്ന് അറിയാമോ? ബൈബിൾ വായിക്കുക, പ്രചരിപ്പിക്കുക. ഇസ്ലാമികർ ക്രിസ്ത്യാനിറ്റിക്കെതിരെ കൊടുക്കുന്ന സാധനമാണ്. പക്ഷെ അവരെന്താ ഫ്രണ്ട് പേജ് വെക്കുന്നത്? ബൈബിൾ വായിക്കുക, പ്രചരിപ്പിക്കുക. തുറക്കുന്ന ഫസ്റ്റ് പേജിൽ കിട്ടുന്നത്, അതെനിക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുന്നില്ല, സ്ത്രീ ശരീരത്തെക്കുറിച്ചുള്ള നല്ല വർണ്ണനകൾ എന്ന് പറഞ്ഞിട്ട് ബൈബിളിലെ കുറെ പോർഷൻസ്, അപ്പനും മക്കളും തമ്മിലുള്ളതായിട്ടുള്ള സെക്ഷൽ ഇമ്മോറാലിറ്റീസ് വായിക്കുക, ബൈബിളിന്റെ ഈ ഒരു പോർഷൻ. അപ്പൊ ഇവർ ഈ കട്ട് ചെയ്ത് തരുന്ന ഈ ഒരു ഭാഗം മാത്രം നമ്മൾ വായിച്ചാൽ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്സ് ഓൺലി ഒരു പുസ്തകം പോലെ നമുക്ക് തോന്നിപ്പോവും. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടാത്ത ഒരു കുട്ടി ഇത് വായിക്കുമ്പോൾ അവൻ തെറ്റിപ്പോകാൻ ഒത്തിരി ന്യായങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഒരു ബൈബിളിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു പയ്യൻ, എടാ ഇത് അവിടുന്ന് കോട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു വിഷയമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുവാൻ, കാരണം നമ്മളുടെ അടുക്കലല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കേണ്ടത്, അയൽവക്കത്തല്ല പോയി ചോദിക്കേണ്ടത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ് ആൻസർ. ശരി, അടുത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ്, ദൈവം നമ്മെ മാനിക്കും, അല്ലെങ്കിൽ ഒരാളെ തലേ കൈ വെച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുന്നു. പക്ഷെ ദൈവം നമ്മളെ എങ്ങനെയാണ് മാനിക്കുന്നത്? ദൈവം മാനിക്കുന്ന മൂന്ന് തലങ്ങളിലാണ്. ദൈവം ഒന്ന് ദൈവം എൻ്റെ ആയുഷ്കാലത്ത് ദൈവം എന്നെ മാനിക്കാം. രണ്ട്, ദൈവം എന്നെ മാനിക്കുന്നത് എൻ്റെ തലമുറകളിൽ കൂടെ ആയിരിക്കും. ഞാൻ മരിച്ചുപോയി, അല്ലെ ഒരാൾ മരിച്ചുപോയി, പക്ഷെ അവരെ അറിയാവുന്ന 10 പേര്, ആ ഒരു മനുഷ്യൻ വലിയ ഇതിലൊന്നും ആയില്ല. അദ്ദേഹത്തിന്റെ തലമുറകൾ നല്ല രീതിയിൽ, ചിലപ്പോൾ ഒരു വീട് പോലും ഇല്ലാതെ കിടന്ന ഒരു പാവപ്പെട്ട മനുഷ്യനായിരിക്കും. ആ മനുഷ്യൻ ആ അവസ്ഥയിൽ തന്നെ മരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളെ ദൈവം നല്ല നിലയിലാക്കി. അപ്പോൾ ആൾക്കാർ പറയും, ഏതായിരുന്നാലും ചാക്കോച്ചനെ ദൈവം അനുഗ്രഹിച്ചു, ചാക്കോച്ചന്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. അപ്പം ഒന്ന്, നമ്മുടെ കാലത്ത് നമ്മൾ മാനിക്കപ്പെടാം. രണ്ട്, നമ്മുടെ തലമുറകളുടെ കാലത്ത് മാനിക്കപ്പെടാം. ചിലപ്പോൾ ഇത് രണ്ടും നടന്നില്ലെന്ന് വരും. നിത്യതയിൽ എത്തുമ്പോഴായിരിക്കും ദൈവം നമ്മളെ അവിടെ ചെല്ലുമ്പം ഈ പാവപ്പെട്ട കൈലി മാത്രം കൊടുത്ത് കഷ്ടപ്പെട്ട് കിടന്ന ചാക്കോച്ച സ്വർഗത്തിൽ ചെല്ലുമ്പം ആൾക്കാർ അറിയുന്നാലും ദൈവം ചാക്കോച്ചനെ ഇങ്ങനെ മാനിച്ചല്ലോ എന്ന് പറയും. അപ്പൊ മാന്യത 3 കാലങ്ങളിലാണ്: നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഇറ്റേണിറ്റിയിൽ. ഇനി മാന്യത എന്ന് പറയുന്നത്, ഇപ്പോ ദൈവം എന്നെ മാനിക്കുകയാണെങ്കിൽ, ഞാനൊരു ശുശ്രൂഷകനാണ്. എൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന ദൈവകൃപയാണ് എനിക്ക് നൽകപ്പെടുന്ന മാന്യത. അപ്പോൾ ഓരോരുത്തരും ആയിരിക്കുന്ന ലെവലാണ് അവർക്ക് നൽകപ്പെടുന്ന മാന്യത. ഇപ്പൊ അത് ഓരോരുത്തരുടെ ഫീൽഡ് ഏതാണ്. ഞാനൊരു സുവിശേഷകനാണെങ്കിൽ എൻ്റെ സുവിശേഷ വേലയിൽ ഉണ്ടാകുന്ന വളർച്ചയാണ് എൻ്റെ സഭയിൽ 10 പേര് വരിക. ഞാൻ അന്ന് വിശ്വാസത്തോടെ ഒരു കൊച്ചു സഭ ആരംഭിച്ചു. ആ സഭ നിറച്ച് വിശ്വാസികൾ വരുവാണെങ്കിൽ അതെൻ്റെ ദൈവം എൻ്റെ വിശ്വാസത്തെ മാനിച്ചതാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു കൊച്ചു പയ്യൻ, അവനാണെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത്, എനിക്കൊരു പയ്യനെ അറിയാം, ഇപ്പോഴും ഞങ്ങളുടെ ഇവിടെ ഒരു വർക്കിന് വന്നിട്ടുണ്ട്. അവന് ITIക്ക് പോയി, വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് ITIക്ക് പോയി. ITI കഴിഞ്ഞിട്ട് അവൻ പോളിടെക്നിക്കിന് പോയിട്ട് അവൻ BTech എഴുതിയെടുത്തു. അവന്റെ ഭാര്യ ഇപ്പൊ MArk ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവന് ഇപ്പോഴും അവൻ വർക്ക് എടുത്ത് ചെയ്യുന്നത് ITIയുടെ ലൈസൻസ് വെച്ചിട്ടാണ്. അപ്പൊ ITI പോകാൻ മാത്രം നിവൃത്തിയുള്ള ആ കുടുംബത്തിൽ നിന്ന് ദൈവം അവന്റെ വീട്ടിൽ ഒരു MArkകാരിയെ കൊണ്ട് കയറ്റിയപ്പം അത് ദൈവം അവനെ മാനിച്ചതാ. പക്ഷെ ഞാനിപ്പോ BTech എടുത്തെന്ന് പറഞ്ഞ് എനിക്കതൊരു മാന്യതയല്ല. ഞാൻ MArk എടുത്തെന്ന് പറഞ്ഞ് എനിക്ക് മാന്യതയല്ല. എൻ്റെ ശുശ്രൂഷയാണ് എൻ്റെ മാന്യത. ഇനി ചിലരെ ദൈവം മാനിക്കുന്നുള്ളത്, അവൻ മഹാകള്ളൂടിയനായിരുന്നു, തുണിയും പറിച്ചിട്ട് റോഡിൽ കിടന്ന് നടന്നവനാ, പക്ഷെ അവൻ മാന്യനായി ബൈബിളും പിടിച്ചിട്ട്
ആരാധനയ്ക്ക് പോയാൽ ലോകം പറയും ദൈവം അവനെ മാന്യനാക്കി. അപ്പൊ ഓരോരുത്തരുടെ അവസ്ഥകളാണ് അവരെ മാന്യനാക്കി തീർക്കുന്നത്. നമ്മൾ എവിടെ നിന്ദിക്കപ്പെട്ടോ ആ ഇടങ്ങളിൽ ദൈവം നമുക്ക് വരുത്തുന്ന രൂപാന്തരമാണ് മാന്യത. ഒരു സ്ത്രീ ഹന്നയെ ദൈവം മാനിച്ചു. എങ്ങനെയാ മാനിച്ചത്? ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ഹന്നയ്ക്ക് ഏൽക്കാന ഇഷ്ടം പോലെ പണം കൊണ്ട് കൊടുത്തു. പക്ഷെ അത് മാന്യതയാണോ? അല്ല. ഉടുപ്പ് മേടിച്ചു കൊടുത്തു, മാല മേടിച്ചു കൊടുത്തു, അത് മാന്യതയാണോ? അല്ല. ഹന്ന മാനിക്കപ്പെടണമെങ്കിൽ ഹന്നയുടെ പ്രശ്നം മാറണമായിരുന്നു. റാഹേൽ നല്ല സുന്ദരിയായിരുന്നു, പക്ഷെ അവൾ മാനിക്കപ്പെടണമെങ്കിൽ അവൾക്ക് മക്കൾ ജനിക്കണമായിരുന്നു. അപ്പോ മറിയ മാനിക്കപ്പെടണമെങ്കിൽ യോസെഫ് അവളെ ചേർത്ത് കൊള്ളണമായിരുന്നു. മറിയക്ക് കൊച്ചു ജനിച്ച മറിയ മാനിക്കപ്പെടത്തില്ല, മറിയ യോസെഫ് ചേർത്ത് കൊള്ളുമ്പോഴാണ്. അപ്പൊ ഓരോരുത്തരുടെയും അവനവന്റെ അവസ്ഥകളിൽ വരുന്ന മാറ്റമാണ് അത് അവനവന്റെ വിഷയങ്ങളിൽ റിലേറ്റഡ് ആയിരിക്കും. അതങ്ങനെയാണ് അത് ഇതാവുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ് ആൻസർ. ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്. അതായത് ചില ആൾക്കാരെ പറയുന്നുണ്ട് ഞാൻ കിട്ടുന്നതിൽ ഇത്ര ശതമാനം ദശാംശം കൊടുക്കും. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഒരാൾ എത്ര ദശാംശം കൊടുക്കണം? അതായത് പഴയ നിയമത്തിൽ പറയുന്നു 10% അല്ലെങ്കിൽ 10% കൊടുക്കണം. പിന്നെ ഒരു എമൗണ്ട് പറഞ്ഞിട്ടില്ല പുതിയ നിയമത്തിൽ. എന്നാലും ചർച്ചുകൾ ഡിമാൻഡ് ചെയ്യുന്നു, അതായത് 10% അതിൽ കൂടുതലോ കൊടുക്കണം. അതായത് ഈവൻ ഇഫ് ഇറ്റ് ഇസ് 1% ആണെങ്കിൽ പോലും ബൈബിളിൽ അങ്ങനെ വലിയ ഇതില്ലല്ലോ, നിർബന്ധമില്ലല്ലോ പുതിയ നിയമത്തിൽ. അപ്പം ശരിക്കും എത്ര ആണ് ദശാംശം കൊടുക്കേണ്ടത് ഒരാൾ? നിയമത്തിൽ ദശാംശം കൊടുക്കണ്ട എന്ന് തന്നെ പറയാം. പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കണ്ട. പക്ഷേ ദശാംശം എന്നുള്ളത്, ദശാംശം കൊണ്ട് ദൈവം അങ്ങ് മടുത്തു. ദൈവം ആദ്യം ഈ ദശാംശം ദൈവം എന്തിനാ പഴയ നിയമത്തിൽ വെച്ചതെന്ന് പറഞ്ഞാൽ ടു ഓണർ ഗോഡ്, ദൈവത്തെ മാനിക്കാൻ വേണ്ടിയായിരുന്നു. ആദ്യ വിളവിന്റെ കറ്റ കൊണ്ടുവന്ന് നീരാജനം ചെയ്യും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീരാജനം ചെയ്യുമ്പോൾ എന്താ അതിന്റെ അർത്ഥം എന്നറിയാം? ഈ സാധനം മേളി ഇങ്ങനെ, ഇതാണ് നീരാജനം ചെയ്യുക എന്നുള്ളത്. വെയ്വ് ഓഫറിങ് എന്നാണ് ഇത് പറയുന്നത്, വെയ്വ് ഓഫറിങ്. അപ്പൊ ആ വെയ്വ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവമേ സ്വർഗത്തിലിരുന്ന നന്മ ഞങ്ങൾക്ക് നൽകി, ആ നന്മയെ ഞങ്ങൾ അങ്ങേക്ക് തിരിച്ചു നൽകുന്നേ ഉള്ളൂ. വെയ്വ് ഓഫറിങ്. നിങ്ങളുടെ നന്മയെ കൊണ്ടുവന്ന്, കറ്റയെ കൊണ്ടുവന്ന് നീരാജനം ചെയ്യണം. വെയ്വ് ഓഫറിങ്, വെയ്വ് ചെയ്യുക. അതായത് കർത്താവെ അങ്ങ് തന്നു, അത് അങ്ങേക്ക് തിരിച്ചു തരുന്നു, അങ്ങ് തരുന്നു, അങ്ങേക്ക് തിരിച്ചു തരുന്നു. 2, അവർ ഇടത്തോട്ടും വലത്തോട്ടും അത് വെയ്വ് ചെയ്താൽ കർത്താവെ അത് എൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഉള്ള ദരിദ്രന്മാർക്കും കൂടെ അത് അവകാശപ്പെട്ടതാണ്. അപ്പൊ ഇതൊരു ഓണറിങ് ആയിരുന്നു, ദൈവത്തിനുള്ള ഒരു ഓണറിങ് ആയിരുന്നു, അല്ലാതെ ദൈവം അതൊന്നും ഭക്ഷിക്കത്തൊന്നുമില്ലായിരുന്നു. രണ്ടാമത് ദൈവം അതിൽ കൂടെ ഉദ്ദേശിച്ച് ദൈവം പറഞ്ഞത് എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ അത് കൊണ്ടുവരണം. അപ്പം ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് ലേവ്യനെ വേർതിരിച്ചിട്ട് പറഞ്ഞു നീ പണിക്കൊന്നും പോകണ്ട, നീ എൻ്റെ ആലയം. അപ്പം ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ദൈവത്തിന്റെ ഉത്തരവാദിത്വം ദൈവം ജനത്തിൽ കൂടെ സാധിപ്പിച്ചെടുക്കുക. പക്ഷെ ഇത് പിന്നീട് ഒരു സിസ്റ്റമായി നേടുന്നതിലൊക്കെയും ചതവുപ്പ്, തുളസി തുടങ്ങിയവയിലെല്ലാം പതാരം കൊടുക്കുകയും പരീശന്മാരുടെ ഒരു നീതി. അപ്പൊ പരീശന്മാരുടെ നീതി എന്തെന്നാൽ അവരുടെ നീതി ദശാംശമായിരുന്നു. അപ്പൊ പുതിയ നിയമത്തിൽ കർത്താവ് വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ദശാംശം ഒന്നും കൊടുക്കണ്ട. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തോ വേണമെന്ന് അറിയാമോ? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. അപ്പോ പഴയ നിയമത്തിലെ നീതി എത്ര ആയിരുന്നു? 10%. അപ്പൊ പുതിയ നിയമത്തിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തോ ചെയ്യണം? 10 കൂടുതൽ കൊടുക്കണം. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണം എന്നാണ് പറയുന്നത്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണമെന്ന് പറയുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അടുത്തൊരിതെന്ന് പറഞ്ഞ് യേശു പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ പുതിയ നിയമത്തിൽ വരുമ്പോ ഒരു ചർച്ചിന് കൊണ്ട് കൊടുക്കുക എന്നതിനെക്കാട്ടിലുപരിയായി അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരാം, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അതിന് മുമ്പേ പറഞ്ഞാല് യേശു കർത്താവ് ദൈവാലയത്തെ ഭണ്ഡാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു വിധവ കൊണ്ടുവന്ന് 2 കാശ് ഇടുന്നത് കണ്ടു. യേശു അവളെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ യേശു ആ ഒരു സിസ്റ്റത്തെ പൊളിക്കാൻ വന്നതാണോ? അല്ല. കർത്താവ് അവളെ അംഗീകരിക്കുകയാണ്.
ഇനി അടുത്ത ഒരു ഭാഗം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശു കർത്താവിന്റെ നന്മയെന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരും. ഇനി അപ്പോസ്തലന്മാരുടെ കാലത്തിലേക്ക് വരാം. അപ്പോസ്തലന്മാരുടെ കാലത്തിലേക്ക് വരുമ്പോൾ അന്ന് ടൈത്ത് സിസ്റ്റം ഇല്ലായിരുന്നു. പുതിയ നിയമത്തിൽ ടൈറ്റ്സ് ഇല്ല, ടൈറ്റ്സ് കൊടുക്കുകയും വേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, യേശു പറഞ്ഞു ടൈറ്റ്സിനെക്കാട്ടിലും കൂടുതൽ കൊടുക്കണം, അങ്ങനെയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 34-ാം വാക്യം. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു, മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. അപ്പം പുതിയ നിയമ ദൈവസഭയിൽ 1,00,000 രൂപയ്ക്ക് വസ്തു വിറ്റിട്ട് 10,000 രൂപ കൊണ്ട് പാസ്റ്ററായി കൊടുക്കുന്ന പരിപാടിയില്ല. 1,00,000 രൂപയ്ക്ക് വസ്തു വിറ്റിട്ട് ആ 1,00,000 രൂപയും കൂടെ കൊണ്ടുവന്ന് ചർച്ചയിൽ കൊടുക്കും. എന്നിട്ട് ചർച്ചിലെ എല്ലാ വിശ്വാസികളും 10,000 വെച്ച് എടുത്തോണ്ട് പോകുമായിരുന്നു. പക്ഷെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറെ പേരെന്തോ ചെയ്തു, സഭയ്ക്കകത്ത് മടിയന്മാരാവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ സിസ്റ്റം അവർ മാറ്റി. അതിന്റെ തെളിവ് ഞാൻ പറയാം. റോമർ 15:26. യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മാസിഡോണിയയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അപ്പം ഓരോ ദിവസവും ഓരോരുത്തർ വസ്തു വിറ്റുകൊണ്ട് വരും. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട്, ഞാനും ആദ്യം 2 സെന്റ് വസ്തു വിറ്റു, അതുകൊണ്ട് ഇപ്പൊ ഈ ഏക്കർ കണക്കിന് വസ്തു വിൽക്കുന്നതെല്ലാം ഇങ്ങനെ ഞാനും ഇങ്ങനെ നൈസായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സഭയ്ക്കകത്ത് സുഖിയന്മാർ വർദ്ധിക്കാൻ തുടങ്ങി. സുഖിയന്മാർ നേരത്തെ ഇത് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ മനുഷ്യനങ്ങ് ദേശാന്തരമായിട്ട് സുവിശേഷത്തിന് നടക്കുക, ഇങ്ങനെ പാടിയും പ്രാർത്ഥിച്ചു. ഇപ്പൊ അതൊരു മടിയുടെ ഉപായമായപ്പം പെന്തക്കോസി തന്നെ കളിയാക്കിയിട്ടില്ല, പെന്തക്കോസി ചേർന്നിടാം, കപ്പ മീനും തുഴിഞ്ഞിടാം, ഉള്ള വീട്ടിൽ പ്രാർത്ഥന കൂടാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടല്ലോ. കാരണം ഇതിങ്ങനെ ഒരു ജീവനോപാധിയാണെന്ന് തുടങ്ങിയതോടുകൂടി ഈ ഒരു വിഷയത്തെ അത് കട്ട് ചെയ്തിട്ട് വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ധർമ്മ ഉപകാരം ചെയ്യാൻ തുടങ്ങിയതായിട്ട് പറയുന്നു. അപ്പോ പുതിയ നിയമത്തിൽ ടൈറ്റ്സ് ഇല്ല. പകരം ഇതെന്താണ് ചെയ്യേണ്ടത്? നമുക്കുള്ളതെല്ലാം നമ്മൾ കർത്താവിന് കൊടുക്കേണ്ടവരാണ്. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു സഭയുടെ ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കാനല്ല പറയുന്നത്. അതിലുപരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്, എളിയവർക്ക്, ചെറിയവർക്ക്, ദരിദ്രർക്ക് കൊടുക്കാനാണ് ഇത് പറയുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, സഹോദരന്മാരെ, മാസിഡോണിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും വളരെ ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അപ്പൊ പഴയ നിയമത്തിൽ ടൈറ്റ്സ് കൊടുക്കുന്നതോ ഓഫറിങ് കൊടുക്കുന്നതോ നിയമം കൊണ്ടായിരുന്നു. അതൊരു റൂളായിരുന്നു, അതൊരു ലോ ആയിരുന്നു, അതൊരു സിസ്റ്റമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ ഒന്നും ലോ അല്ല, പകരം എല്ലാം എന്താണെന്നറിയാവോ? കൃപയാ. അപ്പൊ മാസിഡോണിയയിലെ സഭകളെ കുറിച്ച് പറയുകയാണ്. മാസിഡോണിയയിലെ സഭകൾക്ക് ഒരു ഭയങ്കര ദൈവകൃപ ലഭിച്ചു. എന്തായിരുന്നു ആ കൃപ എന്നറിയാവോ? ആരെ കണ്ടാലും അവർ വല്ലതും കൊടുക്കുമായിരുന്നു. പാവങ്ങളെ സഹായിക്കുക, കർത്തൃദാസന്മാരെ സഹായിക്കുക, ദൈവവേലയെ സഹായിക്കുക. അപ്പം അത് അവരുടെ ഒരു കൃപയായിരുന്നു. ആകയാൽ പുതിയ നിയമത്തിൽ ടൈറ്റ്സ് ഇല്ലല്ലോ. 1 രൂപ കൊടുക്കണമെന്നും ഞാൻ കൊടുത്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഇത്രമേ പറയത്തുള്ളൂ, നിനക്ക് 1 രൂപ കൊടുക്കാനുള്ള കൃപയെ കിട്ടിയിട്ടുള്ളോ? നീ അത്രയും കൊടുത്താൽ മതി. നിനക്ക് 10 രൂപ കൊടുക്കാനുള്ള കൃപ കിട്ടിയിട്ടുണ്ടോ? നീ 10 രൂപ കൂടെ. നിനക്ക് 50 രൂപ കൊടുക്കാനുള്ള കൃപ ദൈവം തന്നോ? നീ 50 രൂപ കൂടെ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിയമപ്രകാരം കൊടുക്കുന്നവനെ അല്ല ദൈവം സ്നേഹിക്കുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഇന്ന് ഞാൻ പേരോടുകൂടി തന്നെ പറയാം, കെ പി യോഹന്നാൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ ചിന്താഗതികളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വളർച്ചയുടെ പിമ്പിൽ ഒരു ചരിത്രമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ജസ്റ്റിഫൈ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിലെ ഒരു നല്ല ഗുണം, ഇദ്ദേഹത്തിന് ആരംഭകാലങ്ങളിൽ വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു ലഭിക്കുന്നത്. അന്ന് അദ്ദേഹം ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു, എനിക്ക് 3 രൂപ കിട്ടിയാൽ 2 രൂപ ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഇവാഞ്ചലിസത്തിന് കൊടുക്കും, 1 രൂപ കൊണ്ട് ഞാൻ ചെലവ് കഴിയും. 3-1 ഞാൻ എടുക്കും, 3-2 ഞാൻ എളിയവർക്ക് കൊടുക്കും. അപ്പൊ ദൈവം നോക്കിയപ്പോ ഇവന്റെ കയ്യിൽ കൊടുത്താൽ
ഇത് ചെല്ലേണ്ടടുത്ത് ചെല്ലും. ദൈവം അങ്ങോട്ട് തുറക്കാൻ തുടങ്ങി. അതാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ KP യോഹന്നാന്റെ ബ്രേക്ക് ത്രൂവിന്റെ കാര്യമായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചർച്ചിന് കൊടുക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്ന ഒരു ഭാഗം, എൻ്റെ കാഴ്ചപ്പാടിൽ 4 വിധത്തിൽ നമ്മൾ ചെയ്യണം. ഒന്ന്, ലോകത്തിന്റെ എല്ലാ വൻകരകളിലും സുവിശേഷം എത്താൻ വേണ്ടി ഇവാഞ്ചലിസത്തിന് വേണ്ടി നമ്മൾ കൊടുക്കണം. ഈ സായിപ്പന്മാരൊക്കെ ഇവാഞ്ചലിസത്തിന് വേണ്ടി ഇത്രയും കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ സുവിശേഷം വരുമായിരുന്നു. നോ, ഇവാഞ്ചലിസത്തിന് വേണ്ടി, ടു റീച്ച് ദ അൺറീച്ച്ഡ്, അതിനുവേണ്ടി കൃപയുള്ളവർ കൊടുക്കണം. കൃപയില്ലാത്തവർ ഇത് നിയമമായിട്ടല്ല ഞാൻ പറയുന്നത്, കൃപയുള്ളവർ കൊടുക്കണം. രണ്ടാമതായി, നമ്മുടെ ദേശത്ത്, അത് എനിക്കൊരു എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ഒരു ക്രേസാ, എൻ്റെ ദേശത്ത് ദൈവത്തിന്റെ സഭ മാന്യമായിട്ടിരിക്കണം. ഇതിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ഹൈടെക് സ്കൂളുകളിലാണ് പോകുന്നത്. അവർക്ക് ഇൻഡിവിജ്വൽ ചെയർ ഉണ്ട്, ഇൻഡിവിജ്വൽ ടേബിൾ ഉണ്ട്. പണ്ട് നമ്മളൊക്കെ 5 പേര് ഒരു ടേബിൾ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് തള്ളുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല, ഇൻഡിവിജ്വൽ ചെയർ ആൻഡ് ടേബിൾ, എല്ലാം മാർബിൾ. ഇപ്പൊ പറയുന്നത് സ്മാർട്ട് ക്ലാസ്സസ് ആണ് ഇന്നത്തെയൊക്കെ. അപ്പൊ കുഞ്ഞുങ്ങള് മൺഡേ ടു സാറ്റർഡേ സ്മാർട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ട് സൺഡേ വർഷിപ്പിന് അവർ വന്നിരിക്കുന്നത് കീറിയ പായിലാണെങ്കിൽ അവർക്ക് ഈ ചർച്ചിനോടുള്ള ചിന്താഗതി എന്തായിരിക്കും? അവരുടെ വീട്ടിലെ അവരുടെ ബെഡ്റൂമും സ്റ്റഡി റൂമും അവരുടെ ഔട്ട് ഹൗസും തമ്മിൽ അവർ ചെയ്യുന്ന ഒരു കമ്പാരിസൺ പോലെ ചർച്ച് എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും എന്തായിരിക്കും? ഒരു തൊഴുത്ത് പോലെ ഇതുപോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ചർച്ച് മിനിസ്ട്രിയിലായിരിക്കുന്ന സമയത്തെല്ലാം ഞാൻ മാക്സിമം ചർച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടുമായിരുന്നു. കാരണം ഇതിനകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന ഇടത്ത് ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു മഹത്വം. എൻ്റെ ദേശത്തൊരുത്തൻ കടന്നു വന്നാൽ എൻ്റെ ദേശത്തുള്ള ചർച്ച് മാന്യമായിട്ടിരിക്കണം, അനുഗ്രഹമായിരിക്കണം. ഞാൻ ചർച്ച് മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ ചിലരൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, കർത്തൃദാസനെ, നമ്മുടെ ചർച്ചിൽ ഈ ഒരു കാര്യം ചെയ്യണം, ഇവിടെ ഒരു ബോർഡ് വെക്കണം, ഇതൊന്ന് പെയിന്റ് അടിക്കണം, ഇവിടെ ഒരു ടോയ്ലറ്റ് വെക്കണം, ആരെങ്കിലും ഒരു പുതിയ വിശ്വാസി വന്നാൽ ഇത് നല്ലൊരു ചെയറിലിരിക്കട്ടെ, ഒരു 10 ചെയർ മേടിച്ചിടണം, ആരെങ്കിലും ഒരു നല്ല പുതിയ വിശ്വാസി വന്നാൽ പോകാൻ ഒരു നല്ല ടോയ്ലറ്റ് ഇല്ല, നമുക്കൊരു നല്ല ടോയ്ലറ്റ് പണിയണം. അപ്പൊ ഇതൊക്കെ അത് ദൈവനാമത്തോടുള്ള ഒരു മഹത്വം, ദൈവനാമത്തോടുള്ള ഒരു മഹത്വം. ഞാൻ ചിലപ്പോൾ ഒക്കെ പറയാറുണ്ട്, വീട്ടിൽ വാക്യം ഏതെങ്കിലും ഫ്രെയിം ചെയ്ത് വെച്ചാൽ അതിന് ബാർഗെയിൻ ചെയ്ത് വെക്കരുത്. വാക്യം നമ്മൾ ഫ്രെയിം ചെയ്ത് നമ്മുടെ വീട്ടിൽ വെച്ചാൽ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ട്, ഏറ്റവും മനോഹരമായിട്ട് അത് ചെയ്യണം. കാരണം ദൈവത്തിന്റെ വചനം A4-നകത്ത് ഞാൻ വരച്ച് ഭിത്തിയിൽ ഒട്ടിക്കേണ്ട സാധനമല്ല. അതെനിക്ക് ഏറ്റവും നല്ല, കാരണം എൻ്റെ അപ്പൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എൻ്റെ ഭിത്തിയിൽ ഒട്ടിക്കുമോ? നോ, ഒട്ടിക്കത്തില്ല. അപ്പം ദൈവനാമത്തോടുള്ള ആ ഒരു മാന്യത കൊണ്ട് നമ്മൾ നമ്മുടെ ദേശത്തിലുള്ള ചർച്ചിന് വേണ്ടി നമ്മൾ നന്മ ചെയ്യും. 3, എബ്രായ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ വചനം പഠിക്കുന്ന, എബ്രായ ലേഖനത്തിലല്ല, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും എന്ത് ചെയ്യണം? ഒരു ഓഹരി കൊടുക്കണം. അപ്പോ ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് ഓഹരി കൊടുക്കണം. ഇത് നിയമമല്ല, കൃപയുള്ളവർ മാത്രം ചെയ്താൽ മതി. അടുത്ത ഒരു ഭാഗം, ദേശത്തിലെ ദരിദ്രന്മാർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ദേശത്തിലെ ദരിദ്രന്മാർക്ക് അവൻ തൃക്കൈ തുറന്നു, ജീവനുള്ളതിനൊക്കെയും തൃപ്തി വരുത്തി. പെന്തക്കോസുകാർക്കല്ല, ക്രിസ്ത്യൻസിനല്ല, ഫാമിലിയിലുള്ളവർക്കല്ല, ജീവനുള്ളതിനൊക്കെയും. നിങ്ങളുടെ ദേശത്തിൽ അവൻ ഏത് കാസ്റ്റ് ആകട്ടെ, കമ്മ്യൂണിറ്റി ആകട്ടെ, റിലീജിയൻ ആകട്ടെ, രാഷ്ട്രീയക്കാരൻ്റെ ഏത് രാഷ്ട്രീയമോ പാർട്ടിയോ ആകട്ടെ, അവൻ്റെ വയറ് വിശന്നിരിക്കുന്നത് കണ്ടാൽ, അവൻ്റെ കുഞ്ഞൊരു കീറിയ ഉടുപ്പിട്ടിരിക്കുന്നത് കണ്ടാൽ, അവനൊരു തുന്നിപ്പറഞ്ഞ ഒരു ബാഗും പിടിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടാൽ, നമ്മളാണത് ചെയ്യേണ്ടത്. നമ്മളാ രാജാവിൻ്റെ മക്കൾ. അവന് കൊടുക്കാൻ വേണ്ടിയാ ദൈവം നമ്മുടെ തന്നിരിക്കുന്നത്. അടുത്തത്, ദരിദ്രരെ സഹായിക്കുമ്പോൾ 3 കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. 1, ദേശത്തിലെ ദരിദ്രന്മാർ. 2, നമ്മുടെ കുടുംബത്തിലെ ദരിദ്രന്മാർ. നമ്മുടെ അമ്മ പെറ്റ മക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ കസിൻസ് ആയിരിക്കാം. ആഹാരം കഴിക്കുമ്പോൾ, KFC കഴിക്കുമ്പോൾ, കൊക്കക്കോള കുടിക്കുമ്പോൾ, ലൂയി ഫിലിപ്പിന്റെ ഷർട്ട് ഇടുമ്പോൾ, എൻ്റെ വീട്ടിൽ ആരെങ്കിലും തുന്നിയ ഷർട്ട് ഇട്ടിട്ടുണ്ടോ? ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ 5000 രൂപയുടെ ഷർട്ട് മേടിക്കുമ്പോൾ എൻ്റെ കസിൻസിനെ ഞാനൊന്ന് ഓർക്കണം, എൻ്റെ റിലേറ്റീവ്സിനെ ഓർക്കണം. ആ കല്യാണത്തിന് അവരെ വിളിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്തുകൊണ്ട് വരാനൊരു
സാരി ഉണ്ടായിരിക്കുമോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ ഫാമിലിയിലുള്ള ദരിദ്രരെ നമ്മൾ ഓർക്കണം. അടുത്തത് നമ്മുടെ ചർച്ചിലുള്ള ദരിദ്രരെ നമ്മൾ ഓർക്കണം. ദേശത്തില്, കുടുംബത്തില്, ചർച്ചില്. ദേശത്തിൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. ദേശത്തിനപ്പുറത്തുള്ള അൺറീച്ച്ഡ് പീപ്പിളിനെ റീച്ച് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള നന്മകൾ നമ്മൾ കൊടുക്കണം. ഇത്രയും കാഴ്ചപ്പാടിൽ നമുക്കുണ്ടാകണം. യേശു ധനവാന്റെ അടുക്കൽ പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. എനിക്ക് തരാൻ പറഞ്ഞില്ല, ചർച്ച പണിയാൻ കൊടുക്കാൻ പറഞ്ഞില്ല, ദരിദ്രർക്ക് കൊടുക്കുക. ചാരിറ്റി, അതാ നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്നൊരിതാണ്. പക്ഷേ ഞാൻ പിന്നെയും പറയട്ടെ, ഇതൊരു നിയമമല്ല, കൃപയുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കൃപയുള്ളവർക്ക്. അതുകൊണ്ട് നിങ്ങൾ ടൈറ്റ്സ് കൊടുക്കണോ വേണ്ടായോ എന്ന് ചോദിക്കുന്നതിന് ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറയാം: പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണം. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് ദശാംശം ആരും കൊടുക്കത്തില്ല, ഉള്ളത് മൊത്തം കൊണ്ട് കൊടുക്കുമായിരുന്നു. ഒരു ഇച്ചിരി പിടിച്ചു വെച്ചാൽ അനന്യാസ് സഫീറ അത്രയും വലിയ പ്രശ്നത്തിലായത്. ഇന്നത്തെ കാലത്തെങ്ങാണോ അങ്ങനെ വന്നിരുന്നെങ്കിൽ സഭക്കാർ കമ്മിറ്റി കൂടി ആ പാസ്റ്ററെ മടൽ വെട്ടി അടിച്ചാനെ, അയാൾക്ക് കാശ് ബോധിച്ചില്ലെന്ന് പറഞ്ഞ് പ്രാഗി അവനെ കൊന്നെന്ന് പറഞ്ഞേ. കൊടുത്ത കാശ് തികഞ്ഞില്ലെന്ന് പറഞ്ഞ് പത്രോസ് പാസ്റ്റർ കാണിച്ച പരിപാടി ഉണ്ടോ, പ്രാവി കൊന്നു കളഞ്ഞു. ഇയാൾ മനുഷ്യനാണോ എന്ന് ചോദിച്ചേനെ. അന്ന് പത്രോസിനെ ചർച്ചയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തേനെ. പക്ഷെ അന്ന് ദൈവഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃപയ്ക്കൊത്തവണ്ണം ആ വിഷയം ചെയ്യുക. ദൈവം മാസിഡോണിയയിലെ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ. നിങ്ങൾക്ക് കൃപയുണ്ടോ നിങ്ങൾ കൊടുക്കുക, കൃപയില്ലയോ നിങ്ങൾ കൊടുക്കണ്ടേ, അത്രേ ഉള്ളൂ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ആൻസർ ആണ് നമ്മുടെ ഈ ഒരു സെഷനിലെ. കാരണം ഞാൻ എപ്പോഴും വീട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ദൈവം നമുക്ക് 500 തന്നിട്ട് നോക്കും 500-ൽ നിന്ന് നമ്മൾ എത്ര കൊടുക്കുന്നുണ്ട്, എന്നിട്ടേ ദൈവം ചിന്തിക്കത്തുള്ളൂ. ഇവനൊരു 600 കൊടുത്താലും 500-ന്റെ ആ ഒരു ഇതിൽ തന്നെ നിൽക്കുന്നതാണെങ്കിൽ പിന്നെ അവന് 100 കൂട്ടി കൊടുത്തിട്ട് എന്താ കാര്യം, അല്ലേ? അപ്പൊ ആ ഒരു ഇതാണ് ഞാൻ എപ്പോഴും ഇവിടെ പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതില് നമ്മള് വിശ്വസ്തരായിരിക്കുക. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ ഇങ്ങനെ കേട്ടു, നമ്മളെ ലൗകികമായതിൽ ആയിരുന്നില്ലെങ്കിൽ അതെ. അപ്പം അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അതായത് ദൈവം അതിൽ വരെ കണക്ക് നോക്കുന്ന ഒരാളാണ്. അതായത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളാവാം, നമ്മുടെ സാലറി ആവാം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഇപ്പം വീട്ടമ്മമാരുടെയൊക്കെ എന്താ പറയാ ഹസ്ബൻഡ്മാരൊക്കെ കൊണ്ട് കൊടുക്കത്തില്ലേ ഈ ആഴ്ചത്തിൽ. അപ്പൊ അതിൽ നിന്നൊക്കെ എടുത്ത് പണ്ടത്തെ അമ്മച്ചിമാരും ആന്റിമാരും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ ദേവദാസന്മാർക്കൊക്കെ കൊടുക്കുന്നതിൽ ഒരളവില്ല. എന്റെ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇപ്പോഴും ഒരമ്മച്ചി ഇപ്പൊ ഇല്ല, 2 അമ്മച്ചിമാരും നല്ലതുപോലെ ദേവദാസന്മാരെ കൊടുക്കുന്നത് കണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് വെച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ തലമുറ വീണ്ടും പറയും, അയ്യോ ദേവദാസൻ 2 നില വീടാ വെച്ചത്, അയ്യോ അവർക്ക് 2 നില വീടാ, അല്ലെങ്കിൽ ദേവദാസന്റെ മക്കള് കണ്ടില്ല. അതിനകത്ത് 2 തലമുണ്ട്. ദൈവദാസന്റെ മക്കൾ എന്ന് പറയുന്നത് 2 തലമുണ്ട്. ഒന്ന്, ഒരു ഭാഗം ഞാൻ പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു ആന്റി പറഞ്ഞതാ. ആ ആന്റി ഇന്ന് ഒരു ആർമി ഓഫീസറുടെ ഭാര്യ, സുവിശേഷ വേലയിലല്ല. പുള്ളിക്കാരിയുടെ പപ്പ ഒരു പാസ്റ്ററായിരുന്നു. ആ ആന്റി ഒരു 15 വയസ്സുള്ളപ്പം ഒരു ആപ്പിള് കഴിക്കുക. അപ്പോൾ ആ വീട്ടില് 1 വയസ്സുള്ള ഒരു ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ കയറി വന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേച്ചി മോളുടെ അടുക്ക ചോദിക്കുക, ആഹാ ആപ്പിള് കഴിക്കുക, ഞങ്ങള് തരുന്ന കാശും കൊണ്ടല്ലേ നിങ്ങൾ ആപ്പിള് കഴിക്കുന്നതെന്ന്. അപ്പൊ ഈ പാസ്റ്റേഴ്സിന്റെ മക്കൾ ഒത്തിരി നിന്ന അനുഭവിക്കുന്നവരാ. പാസ്റ്റേഴ്സിന്റെ മക്കൾ ഒരു ഉടുപ്പിട്ടാൽ, ഒരു നല്ല ബൈക്ക് മേടിച്ചാൽ, ഒരു നല്ല വീട് മേടിച്ചാൽ അവരാക്ഷേപിക്കപ്പെടുന്നവരാ. അതൊരു ഭാഗം. അപ്പോൾ തന്നെ വേറൊരു ഭാഗം ഞാൻ പറയാം. ഒരു കർത്തൃദാസൻ പെട്ടെന്ന് അദ്ദേഹത്തെ ചിലരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ ദോഹായി കൊണ്ടുപോയി അദ്ദേഹത്തിന് മിനിസ്ട്രി എല്ലാം കൊടുത്തു. ദോഹായിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ പുള്ളി ഒരു ഫോർച്യൂണർ എടുത്തു. അന്ന് 35 ലക്ഷം രൂപ കണ്ട് ഫോർച്യൂണറിനുണ്ട്. അവിടെ ഉള്ള ദൈവമക്കൾ ആരും ഇദ്ദേഹത്തിന് ഫോർച്യൂണർ മേടിക്കാനല്ല കാശ് കൊടുത്തത്. അവിടെയുള്ള ദൈവമക്കളൊക്കെ കാശ് കൊടുത്തത് ദൈവവേലയ്ക്കെന്ന് പറഞ്ഞാൽ കൊടുത്തേ. ആ 35 ലക്ഷം ഇവിടെ കൊണ്ടുവന്ന്, ഞാൻ മുമ്പേ KP യോഹന്നാന്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ ഈ ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റും ഈ തിരുവല്ല മേടിച്ചിട്ടിരിക്കുന്ന എസ്റ്റേറ്റും, ഇത്രയും ഹോസ്പിറ്റൽ പണിതതും പുള്ളി കാർമൽ കോളേജ് മേടിച്ചതും, ഈ 1000 കോടി 10000 കോടി, ഈ കാശ് മുഴുവൻ പുള്ളി ഇവാഞ്ചലിസത്തിന് ചെലവഴിച്ചിരുന്നെങ്കിൽ അത് പാവപ്പെട്ട
ദൈവദാസന്മാർ അനുഭവിക്കേണ്ട കാശ. അത് ഇവാഞ്ചലിസത്തിന് ചെലവഴിച്ചിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ? അപ്പൊ ഇതിന് ബോത്ത് സൈഡ്, രണ്ട് ഭാഗമുണ്ട്. പിന്നെ ഈ കർത്തൃദാസന്മാരുടെ മക്കൾ എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കപ്പെടുന്ന ഒത്തിരി കർത്തൃദാസന്മാരുടെ മക്കളുണ്ട്. പക്ഷെ അപ്പൊ തന്നെ വേറെ ചില ഏരിയകളിൽ ചർച്ചിൽ പായിടേണ്ടത് പിള്ളേര്, ചർച്ചിൽ കസേര എടുക്കേണ്ടത് പിള്ളേര്, വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് പാസ്റ്ററുടെ മക്കള്, പ്രസംഗിക്കാൻ കിട്ടുന്നത് പാസ്റ്റർ മക്കള്. അങ്ങനെ വരുന്ന ഈ മുഖപക്ഷത്തിൽ കൂടെ കർത്തൃദാസന്മാരുടെ ഭോഷത്വം, പരിജ്ഞാനക്കുറവിൽ കൂടെ ഈ വിധമായിട്ടുള്ള ഒത്തിരി ആക്ഷേപങ്ങൾക്ക് പാത്രരായിട്ടുണ്ട്. അവർക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ, കർത്തൃദാസന്മാർക്ക് കിട്ടുന്ന പണം അവര് ഏതൊരു എക്കണോമിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ആണ്. ഇന്ന് ബാങ്കുകളിൽ ചത്തുപോയ എത്രയോ പേരുടെ പേര് കെട്ടിക്കണക്കിന് കിടക്കുന്ന കാശുണ്ട്. നമ്മൾ ഒരു എക്കണോമിയിൽ ഈ ദുബായ് എക്കണോമിയുടെ ഒക്കെ ഇത്രയും വളർച്ച എന്ന് പറഞ്ഞാൽ അത് ഈ വരുന്നവരുടെ നിന്നെല്ലാം അവരെന്ത് ചെയ്യും? കാശ് മാക്സിമം ഇറക്കിക്കും. എങ്ങനെ കാശ് ഇറക്കിക്കാമെന്നുള്ളതാണ് അവർ നോക്കിക്കുന്നത്. അവിടെ നമ്മൾ ഓരോ കൺട്രീസിൽ എത്തുമ്പോഴാണ് എത്ര നയപരമായിട്ടാണ് അവർ നമ്മളിൽ നിന്ന് കാശ് അവിടെ സ്പെൻഡ് ആക്കിക്കുന്നതെന്ന്. ടാക്സ് ആയിട്ട് ഗൾഫ് കൺട്രികളിൽ ടാക്സ് മേടിക്കുന്നില്ലല്ലോ. പക്ഷേ അവർ എങ്ങനെയാണ് അവർക്ക് ആ കാശ് കിട്ടുന്നത്? പല വിധത്തിൽ അവർ ആ കാശ് അതായത് ക്യാഷ് ഫ്ലോ ആക്കിയെടുക്കുക, കാശിനെ കറക്കിയെടുക്കുക, എവിടെയും കാശ് കൂട്ടിവെക്കാതെ മുമ്പോട്ട് പോവുക. അടുത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നതിൻ്റെ 3 ലെവലിലാണ് ഇതിന്റെ ബ്ലെസ്സിങ്സ് ഇരിക്കുന്നത്. 1, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ ദൈവം അവനെ വിടുവിക്കും. നമുക്ക് എല്ലാവർക്കും ഒരു കഷ്ടകാലം വരും, ഒരനർത്ഥ ദിവസം വരും. അന്ന് ദൈവത്തിന്റെ കരുണ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണമെന്ന് അറിയാം? നമ്മൾ ആരോടെങ്കിലും ഒക്കെ കരുണ കാണിച്ചിരിക്കണം. ദാനിയേൽ നെബൂഖദ്നേസറിന്റെ അടുക്ക പറഞ്ഞു, ദരിദ്രനോട് കൃപ കാണിക്കും, നിന്റെ കഷ്ടകാലം മാറിപ്പോകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ അനർത്ഥ ദിവസത്തിൽ ദൈവം നമ്മളെ വിടുവിക്കും. 2, ദാവീദ് ശലോമോന്റെ അടുക്കൽ പറഞ്ഞു, ബർസില്ലായുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. എന്താ കാരണം? ദാവീദ് അബ്ശലോമിനെ പേടിച്ച് ഓടിപ്പോകുമ്പോൾ ബർസില്ലായി മുന്തിരിക്കൊലകളും ഇതും എല്ലാമായിട്ട് കൊടുത്തു. ഞാൻ അതിനകത്ത് ദാവീദിനെ ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം ഇശായി പുത്രനായ ദാവീദ്, എന്താ ഇശായിക്ക് ഇത്ര ക്വാളിറ്റി? ദാവീദിനെ ശൗല് വിളിപ്പിച്ച് കൊട്ടാരത്തിലേക്ക്, ദാവീദിനെ ഇങ്ങോട്ട് വിടാനാ പറഞ്ഞത്. ഉടനെ ഇശായി ഒരു വാഹനമൃഗത്തെ കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ ഒരു ചുമട് സാധനം വെച്ചിട്ട് ദാവീദിനെയും കൂട്ടിവിട്ടു. 2, ദാവീദിനെ പടയിലേക്ക് അയക്കുമ്പോൾ സഹസ്രാധിപന് പാൽക്കട്ട ചീസും കൊടുത്തു, ചീസും ബട്ടറും കൊടുത്തു. ചീസ് അല്ലെങ്കിൽ ബട്ടർ കൊടുത്തു. ഈ ചേട്ടന്മാർക്ക് മലരും കൊടുത്തു, ഫ്ലൈക്സും കൊടുത്തു. ഏതാ കൂടിയ സാധനം? അപ്പം ഇശായിയുടെ മനസ്സ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിരുന്നു. ശമൂവേൽ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് വന്ന ഉടനെ പട്ടണക്കാരെ മുഴുവൻ വിളിച്ച് ആടിനെ അറുത്ത് ഭയങ്കര ഒരു ഫീസ്റ്റ് അങ്ങ് സംഘടിപ്പിച്ചു. നാബാലിന്റെ അടുക്കൽ ദാവീദ് കയറിപ്പോകുന്നത് തന്നെ തന്റെ വീട്ടിലൊരു കാര്യം കണ്ടിട്ടുണ്ട്. ആടിന്റെ രോമം കത്തിരിക്കുമ്പോൾ ആര് പാവപ്പെട്ടവർ കയറി വന്നാലും അവർക്ക് എന്ത് ചെയ്യും? വാരി കൊടുക്കുമായിരുന്നു. അത് കണ്ടതുകൊണ്ടാണ് നാബാലിന്റെ അടുക്ക് വിട്ടെ. അപ്പൊ ഇശായിയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, ഒരു ദാവീദ് അനുഗ്രഹിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇശായി കൊടുക്കുന്ന ശീലമുള്ളവനായിരുന്നു. നമ്മളെപ്പോഴും പറയുമല്ലോ, അബ്രഹാം ഒരു നേരത്തെ ആഹാരം കൊടുത്തതുകൊണ്ട് 40 സംവത്സരം ദൈവം അബ്രഹാമിന്റെ മക്കളെ പോറ്റിയെന്ന് പറയുമല്ലോ. അപ്പൊ ഇശായിയുടെ മക്കളെ ദൈവം രാജസ്ഥാനത്ത് കൊണ്ടുവന്ന് ദാവീദ് മരിക്കുമ്പോൾ പറഞ്ഞ, എന്റെ മോനെ ശലോമോനെ, എന്റെ കയ്യിൽ എണ്ണിത്തീരാത്ത കാശുണ്ടെന്നാണ് പറഞ്ഞത്. ശലോമോനെ പോലെ സമ്പന്നൻ ആരുമില്ലായിരുന്നു. എന്താ കാരണം എന്നറിയാം? വല്യപ്പച്ചൻ ഇശായി കൊടുക്കുന്നവനായിരുന്നു. അപ്പൊ 1, നമ്മുടെ കഷ്ടകാലത്തെ ദൈവം നമ്മളെ വിടുവിക്കും. 2, നമ്മുടെ ജനറേഷൻസിനെ ദൈവം ബ്ലസ് ചെയ്യും. 3-ാമത്തെ ഒരു കാര്യം യേശു പറഞ്ഞു, സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എളിയവർക്കും ദരിദ്രർക്കും കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു കർത്തൃദാസൻ റേഞ്ച് റോവറും മേടിച്ച് 10 കോടിയുടെ വീടും പണിയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നോ, അദ്ദേഹത്തിന് കൊടുക്കണ്ട. ദൈവവേലയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, കൃപയുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളവരെ കണ്ടെത്തി കൊടുക്കണം. എൻ്റെ അടുക്കൽ എത്രയോ പേര് വിളിച്ചിരിക്കും, കർത്തൃദാസനെ എളിയവരായിട്ടുള്ളവർക്കാർക്കെങ്കിലും, എളിയ കർത്തൃദാസന്മാർക്കാർക്കെങ്കിലും. ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ ചിലർ ചോദിച്ചു, നിവൃത്തിയില്ലാത്ത കർത്തൃദാസന്മാരുടെ മക്കളെ വല്ലതും അറിയാമോ? എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനാ എന്ന് പറഞ്ഞു. ഒരാൾ എൻ്റെ അടുക്കൽ വിളിച്ചിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു, പാസ്റ്റർ, ഞാൻ നിങ്ങളുടെ അടുക്ക പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയാൻ വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുക്ക പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാസ്റ്റർക്ക് ഏതായാലും കാശിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് വിളിച്ചത്. പാസ്റ്റർക്ക് ഞാൻ കാശ് തരാനും പോകുന്നില്ല, അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണത്. ഐ അപ്രീഷിയേറ്റ് ഹിം. കാരണം ആവശ്യമുള്ളവരെ തെരഞ്ഞ് കണ്ടെത്തി അവർക്ക് കൊടുക്കുക.
അപ്പൊ അങ്ങനെയുള്ള ഒരു കൊടുക്കാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം എനിക്ക് വെള്ളം കുടിക്കണം, ദാഹമാ, ഭയങ്കര ദാഹമാ, ഞാൻ എവിടെ നിർത്തി എങ്ങനെ ആയാലും വെള്ളം കുടിക്കും. ഞാൻ അന്നേരം കുപ്പിവെള്ളത്തിന് 10 രൂപയാണെന്നോ അല്ലെ പൈപ്പ് വെള്ളത്തിൽ ക്ലോറിൻ ചോദിക്കുന്നോ ഒന്നും ഞാൻ പറയത്തില്ല. എന്റെ ദാഹമാണ് വലുത്. അപ്പൊ എനിക്ക് കൊടുക്കണമെന്നുള്ള ആ ഒരു തേസ്റ്റ്, ചാരിറ്റി 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 എന്നുള്ള ഒരു തേസ്റ്റ് എന്റെ മൈൻഡിൽ കിടന്ന് ഞാൻ അത് എങ്ങനെ ആയാലും ചെയ്യും. അത് കൃപയാണ്. ഓക്കെ ഓക്കെ, നമ്മുടെ സെഷൻ ഇങ്ങനെ അവസാനത്തോടെ എത്താണ്. എങ്കിലും നമ്മൾ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് വിടാതെ നമ്മളൊന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇത് കുറച്ചൊരു കോൺട്രവേഴ്ഷ്യൽ എന്നൊക്കെ പറയാം, കാരണം ഇപ്പൊ ന്യൂസിലൊക്കെ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് ആണ്. ഈ റീസെന്റ് ഒരു ന്യൂസിലൊക്കെ വന്നൊരു ടോപ്പിക് ആണിത്. അപ്പം ഇതിങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ബൈബിളില് ദൈവം എല്ലാരെയും സ്നേഹിക്കുന്നല്ലേ പറയുന്നത്. ക്രിസ്ത്യൻസിനെ നമ്മള് ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ എന്നാൽ നമ്മള് ചില ആൾക്കാരെ ഒന്നും അടുപ്പിക്കുന്നില്ല അല്ലെ. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ലെസ്ബിയൻസ്, ഗേ, നമ്മൾ ഇവരെയും കൂടെ ചേർത്ത് ചർച്ചുകളിലൊക്കെ കൊണ്ടുവരേണ്ടതല്ലേ? അപ്പം എന്തുകൊണ്ട് നമ്മൾ അവരെ ഇങ്ങനെ മാറ്റി നിർത്തുന്നു? അല്ലെങ്കിൽ ലെസ്ബിയൻ, ഗേ ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഗേ ലെസ്ബിയനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നോ? ദൈവം എല്ലാരെയും സ്നേഹിക്കുന്നില്ലേ? ദൈവം എല്ലാരെയും സ്നേഹിക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറയാം, ദൈവം എല്ലാരെയും സ്നേഹിക്കുന്നു. അപ്പൊ ഗേ ലെസ്ബിയനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ എല്ലാ കാര്യവും പർപ്പസ്ഫുൾ ആണ്. ദൈവം ഒരുത്തനെ സ്നേഹിക്കുന്നത് ഒരു പർപ്പസോടു കൂടിയാണ്. ദൈവം എന്തിനാ മനുഷ്യനെ സ്നേഹിക്കുന്നേ? ദൈവം എന്തിനാ നമ്മളെ സ്നേഹിക്കുന്നേ? ദൈവം സ്നേഹിക്കുന്നു എന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ, ദൈവം എല്ലാവരെയും അങ്ങ് സ്നേഹിക്കുക. യെസ്, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്തിനാ ദൈവം സ്നേഹിക്കുന്നേ? യോഹന്നാൻ 3:16 ഏറ്റവും പ്രശസ്ത വാക്യം. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അപ്പം ദൈവം ലോകത്തെ സ്നേഹിച്ചത് എന്തിനു വേണ്ടിയാണ്? നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ പർപ്പസ് എന്തായിരുന്നു? നമ്മൾ നശിച്ചു പോകാതെ ഡെലിവർ സാൽവേഷൻ ഫ്രം ദ ഇറ്റേണൽ ഡാമിനേഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ് ഇൻ ദ ഇറ്റേണൽ കിങ്ഡം. അപ്പൊ അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഇനിയും അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരാം. യോഹന്നാന്റെ ലേഖനം, യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. കാൺമീൻ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പം ദൈവം നമ്മളെ സ്നേഹിച്ചതൊക്കെ എന്തിനു വേണ്ടിയാ? നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടണം. ടു ബി എ സിന്നർ, അതിനുവേണ്ടിയല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഞാൻ പാപം ചെയ്യാൻ വേണ്ടിയാണോ ദൈവം എന്നെ സ്നേഹിച്ചത്? ഞാൻ ലോകത്തിലെ ഒരു മുഴുക്കുടിയനാകാൻ വേണ്ടി ദൈവം എന്നെ സ്നേഹിച്ചു. ഞാൻ ഒരു മഹാ റൗഡിയാകാൻ, തല്ലിപ്പൊളിയാകാൻ വേണ്ടി ദൈവം എന്നെ സ്നേഹിച്ചു. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്തെന്നാൽ, ദൈവത്തിന്റെ സ്നേഹം നമ്മളെ ദൈവമക്കളാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച യേശു. ഇനിയും യേശു ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ദൈവം ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് യെശയ്യാ 43:4, നീ ലെസ്ബിയൻ ആണെങ്കിലും ഗേ ആണെങ്കിലും നീ എന്ത് തോന്നിവാസം കാണിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കും എന്നല്ല പറഞ്ഞത്. ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കുന്നു. മാന്യമായ സ്നേഹം, മാന്യനായി നമ്മളെ സ്നേഹിക്കുക. ഇനിയും അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോ, ഈ ഒരു വിഷയത്തെ വരുമ്പോ, യേശു കർത്താവിന്റെ ക്വാളിറ്റിയെ നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. അപ്പോ പാപത്തോട് യേശു സമരസപ്പെട്ടോ? യേശു പാപികളെ അത്ര സ്നേഹിച്ചെങ്കിൽ പിന്നെ എന്തിനാ പാപികളിൽ നിന്ന് വേർപെട്ടത്? സഭ എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ക്ലബ്ബല്ല. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അത് വേർപെട്ടവരുടെ സമൂഹമാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരുടെ സമൂഹമാണ്. സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരുടെ സമൂഹമല്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരുടെ സമൂഹമാണ് സഭ. ഇനി അടുത്ത ഒരു ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാല് അപ്പൊ ചോദിക്കും, ഇവരെയൊക്കെ ദൈവമല്ലേ സൃഷ്ടിച്ചതെന്ന്? ഞാൻ പറയട്ടെ, ഒരു
ഹീട്രോസെക്ഷുവാലിറ്റി ആയിരുന്നാലും ഹോമോസെക്ഷുവാലിറ്റി ആയിരുന്നാലും, ഇപ്പൊ ഹീട്രോസെക്ഷുവാലിറ്റി ഉള്ള ഒരു മനുഷ്യൻ, ഒരു പുരുഷന് ഏത് സ്ത്രീയെ കണ്ടാലും ആഗ്രഹം തോന്നുമായിരിക്കും. ഒരു സ്ത്രീക്ക് ഏത് പുരുഷനെ കണ്ടാലും ഒരു കൊള്ളാമെന്ന് തോന്നുമായിരിക്കും. കൊള്ളാമെന്ന് പറയുന്നവരുടെ എല്ലാവരുടെയും പുറകെ പോകും? നോ. ഒരാളെ കണ്ട് ഇഷ്ടം തോന്നി അവരുടെ എല്ലാവരുടെ അടുക്കും പോയി എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമോ? നോ. മോഹിക്കേണ്ടതിന് നോക്കിയാൽ പാപമെന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും പാപത്തെ സോഫ്റ്റ് ആക്കി കാണരുത്. പാപത്തെ ബലഹീനത എന്ന് പറയരുത്. പാപത്തെ ദൈവം അങ്ങ് ക്ഷമിക്കുമെന്ന് പറയരുത്. നോ. എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് പാപത്തോട് നിങ്ങൾ പോരാടണമെന്നാണ് പറയുന്നത്. എബ്രായ ലേഖനം 12 പറയുന്ന ആ ഒരു വാക്യത്തെ ഞാൻ ഒന്ന് വായിച്ചോട്ടെ. 4-ാം വാക്യം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം പാപമെന്ന് പറയുന്ന ഒരു സാധനത്തെ സ്നേഹിക്കാനല്ല പറഞ്ഞത്, പാപത്തോട് പോരാടണമെന്നാ പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം ചോദിക്കാം. അപ്പൊ ഈ ഹോമോസെക്ഷുവാലിറ്റി അത് പാപമാണോ എന്ന് റോമാലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നിട്ട് അതിന്റെ 26 തുടങ്ങിയ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുക. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന ചില വിഷയങ്ങളുണ്ട്. 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഈ വാക്യമൊക്കെ ഭയങ്കര ഡെപ്ത് ഉള്ളതാ, ഒത്തിരി പഠിപ്പിക്കേണ്ട വാക്യങ്ങളാ, പേടിക്കുന്ന വാക്യങ്ങളാ. 26-ാം വാക്യം, അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്ന് ഇന്ന് പറയും. അടുത്ത ഭാഗം, ഔവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. അപ്പൊ ഹോമോസെക്ഷാലിറ്റിയെ മലയാളം ബൈബിളിൽ പറയുന്നത് അവലക്ഷണം. അവലക്ഷണം, അവലക്ഷണം. അതൊരു ബലഹീനതയായിട്ടല്ല പറയുന്നത്. അവലക്ഷണം, മര്യാദകേട്, മാന്യതകേട്, ലക്ഷണം കെട്ടത്. അടുത്ത ഭാഗത്ത് പറയുകയാണ്, ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം, റിക്കംബൻസ് ഓഫ് എറർ. ഒരു മനുഷ്യന് ഹീട്രോസെക്ഷുവാലിറ്റിയിൽ താല്പര്യമില്ല എങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? ഹീട്രോസെക്ഷുവാലിറ്റിയിൽ അവന് താല്പര്യമില്ലെങ്കിൽ ഹി ഷുഡ് നോട്ട് മാരി. അവൻ ദാമ്പത്യ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് അവൻ മര്യാദയ്ക്ക് ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കണം. സെക്സിന്റെ ഒരു പരമപ്രധാനമായ ഉദ്ദേശം മലാഖിയിൽ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആ ഒരുവൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അന്വേഷിച്ചു. ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അന്വേഷിച്ചു. അപ്പൊ സെക്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജഡാസക്തിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല. ഒരു തലമുറ ജനിക്കുവാൻ വേണ്ടി ഉള്ളതായ ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് 2 തലമുണ്ട്. അതിന്റെ ബിഗിനിങ് സെക്സ് ആണ്. അത് പുരുഷനും സ്ത്രീക്കും ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അതിന്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് ഒരു പെയിൻ ആണ്. ഒരമ്മ അനുഭവിക്കുന്ന പെയിൻ ആണ്. ആ പെയിൻ അറിയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കാൻ ആഗ്രഹിക്കത്തില്ല. പക്ഷേ ഈ ഒരു ആഗ്രഹത്തിൽ കൂടെ മാത്രമേ ഈ ഒരു വേദനയിലേക്ക് ദൈവത്തിന് എത്തിക്കാൻ കഴിയത്തുള്ളൂ. 2 എക്സ്ട്രീമാണ്. പ്ലഷറിന്റെ എക്സ്ട്രീമാണ് സെക്സ് എങ്കിൽ പെയിനിന്റെ എക്സ്ട്രീമാണ് ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത്. ഈ 2 എക്സ്ട്രീമിൽ കൂടെ പോകുമ്പോഴാണ്, ഈ 2 എക്സ്ട്രീമും ദൈവം എന്തിനു വേണ്ടിയാ നൽകുന്നത്? ഒരു സന്തതി ജനിക്കാൻ വേണ്ടി. ഒരു സന്തതി ജനിക്കാൻ വേണ്ടി. അല്ലാതെ നമ്മുടെ മൈൻഡിന്റെ തോട്ട്സിനനുസരിച്ച് പ്ലഷർ എടുക്കാൻ വേണ്ടി അല്ല. പ്ലഷർ എടുക്കാൻ വേണ്ടി അല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. പ്ലഷറിന്റെ എക്സ്ട്രീമിൽ നിന്ന് ആരംഭിച്ചിട്ട് പെയിനിന്റെ എക്സ്ട്രീമിലാണ് ചെന്നെത്തുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിക്ക് വേണ്ടി, ഹ്യൂമൻ കൈൻഡിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഒരു ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ വിധമായി
ഞാൻ ചോദിക്കട്ടെ, ഒരു ഗെയ്ക്കോ ഒരു ലെസ്ബിയനോ ഒരു സന്തതിയെ ജനിപ്പിക്കാൻ കഴിയുമോ? ഒരു തലമുറയെ ജനിപ്പിക്കാൻ കഴിയുമോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞേക്കാം IVF-ഉം യൂട്രസ് റെന്റിനെടുക്കുന്നതും ഒക്കെ പറഞ്ഞേക്കാം. ദൈവം വാഗ്ദാനം ചെയ്ത സന്തതി, IVF-നെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ ജനിപ്പിക്കാൻ കഴിയുമോ? സോ നമ്മളെ കുറിച്ചുള്ള പർപ്പസ് തിരിച്ചറിയണം. നമ്മളെല്ലാം കുറെ നാൾ ഇവിടെ അടിച്ചു പൊളിക്കാൻ ഇറങ്ങിയവരല്ല. എ പർപ്പസ്ഫുൾ ലൈഫാണ്. ദൈവത്തിന്റെ ഒരു ഉദ്ദേശം നമ്മളെ കുറിച്ചുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇതിനെ സഭ, ഇനി അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭയിൽ ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് ഫ്ലൈറ്റ് കയറി പോണം. അപ്പോ ഫ്ലൈറ്റ് കയറിയാൽ സീറ്റ് ബെൽറ്റ് ഇടണം, അല്ലെങ്കിൽ പട്ടിയെ കൊണ്ട്, ഒരു പെറ്റിനെ കൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല. എനിക്ക് പട്ടിയെ വേണമെങ്കിൽ പട്ടിയെ കൊണ്ട് വീട്ടിൽ ഇരിക്കണം, ബെൽറ്റ് ഇടാൻ വയ്യെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കണം. അല്ല, എനിക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചിട്ട് പോകണം. ഒരു നിയമമുള്ളിടത്തിനകത്ത് നിയമത്തിൽ കൂടെ മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ. സത്യത്തിന്റെ തൂണുമാണ് അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാം ദൈവാലയത്തിൽ നീ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഞാൻ ഇത് എഴുതുന്നു. ദൈവസഭ എന്നുള്ളത് അത് ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്. ലോ ആൻഡ് ഓർഡർ അതിനകത്തുണ്ട്. ദൈവരാജാവാ, നമ്മൾ ദൈവത്തിന്റെ രാജ്യമാ. രാജ്യത്തിലും രാജാവിലും ഒരു സിസ്റ്റമുണ്ട്. ഒരു സിസ്റ്റമുണ്ട്. രാജ്യത്തിനും രാജാവിനും ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ, ലോ ആൻഡ് ഓർഡർ ഇല്ലെങ്കിൽ രാജ്യം പൊളിഞ്ഞില്ലേ? അതുകൊണ്ട് ആ ലോ ആൻഡ് ഓർഡറിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള സിമ്പതിയിലേക്ക് കിടക്കരുത്. സിമ്പതി പലപ്പോഴും മനുഷ്യനെ നശിപ്പിച്ചിട്ടുണ്ട്. യോശുവയുടെ കാലത്ത് തന്നെ സിമ്പതിയാണ് അവനെ നശിപ്പിച്ചത്. ഇനി ഇങ്ങനെ വിശദമായി പോയിക്കൊണ്ടേയിരിക്കും, നമുക്കത് അവിടെ നിർത്താം. ഓക്കെ, അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അറിയണം. എല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവനല്ല ദൈവം. അല്ല, ദൈവത്തിന്റെ സ്നേഹം ഒരു പർപ്പസ്ഫുൾ ലവ് ആണ്. പർപ്പസ്ഫുൾ ലവ്, ആ ഒരു സംഗതി എപ്പോഴും തിരിച്ചറിയണം. ദൈവം എന്നെ സ്നേഹിച്ചത് എന്തിനാ? ദൈവം എന്നെ സ്നേഹിച്ചത്, ഞാൻ അവനെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിച്ചു. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടിയാ ദൈവം നമ്മളെ സ്നേഹിച്ചതെല്ലാം. ദൈവം എന്നെ സ്നേഹിച്ചത് ജനത്തിനൊരു സുവിശേഷകനായി, ജാതികൾക്കൊരു പ്രകാശമായി, ഒരു ദൈവവേലക്കാരനായിരിക്കാൻ വേണ്ടിയാ ദൈവം എന്നെ സ്നേഹിച്ചത്. അത് ഞാൻ തിരിച്ചറിയുന്നു. ആമേൻ. വേറെ ആരിതിൽ കൺഫ്യൂസ്ഡ് ആയാലും നമ്മൾ ദൈവമക്കള് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ലാത്തൊരു വിഷയമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു എന്താ പറയാ ലെസ്ബിയൻ ഗേ എന്നൊക്കെ പറയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ വളരെയധികം കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനെക്കുറിച്ച് അവരോട് പറയേണ്ട രീതിയിൽ പറയാത്തത് കൊണ്ടായിരിക്കാം, ഇതേപോലെ സ്ട്രെയിറ്റ് അവേ നമ്മൾ പറയാത്തത് കൊണ്ടായിരിക്കാം പല നമ്മുടെ കുട്ടികളും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള കാര്യമാണ്, നമ്മുടെ അമ്മമാര് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും ചെറുക്കനും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പേടിക്കുന്നതിൽ ഉപരിയായി ഇപ്പോഴത്തെ കാലത്ത് ഒരു പെണ്ണും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു പേടി കണ്ടെത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറുക്കനും അവന് ബോയ്സ് മാത്രമേ ഫ്രണ്ട്സ് ഉള്ളെന്ന് പറയുമ്പോൾ ഒരു പേടിയിലേക്ക് പോകുന്ന കാലമായിരിക്കുന്നു. അതായത് അവർക്കൊരു ഓപ്ഷൻ, അതായത് ന്യൂ നോർമൽ എന്നൊക്കെ പറയില്ലേ, അതായത് മാസ്ക് ഇടുന്ന ഒരു ന്യൂ നോർമൽ ആയിരിക്കുന്നത് പോലെ തന്നെ അവർ പല കാര്യങ്ങളെ ന്യൂ നോർമലൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതും പ്രത്യേകിച്ച് പേടിയോടെ കൂടെ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ പുതുതലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങളെ, അതും പാപത്തെ ന്യൂ നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ക്ഷമിക്കുന്ന പാപമായി കൊണ്ട് അവരങ്ങ് മാറ്റി നിർത്തുകയാണ്. അപ്പൊ ഈ എഫെസി ലേഖനത്തിൽ അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് പറയുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചുപോയ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നു. ഡെഡ് ഇൻ ട്രെസ്പാസസ് ആൻഡ് സിൻസ്. പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചു. അപ്പൊ ഈ പാപത്താലും അതിക്രമങ്ങളാലും മരണം എങ്ങനെയാണ് കയറിയതെന്ന് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് നടന്നു. ഈ ലോകത്തിന്റെ കാലഗതിയെ, അക്കോർഡിംഗ് ടു ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് നടന്നു. അക്കോർഡിംഗ് ടു ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്. നമ്മള് ഒരു കല്യാണത്തിന് പോയാൽ 4 കോഴ്സ് ഫുഡ് കാണും. 6 കോഴ്സോ 4 കോഴ്സോ എത്ര കോഴ്സോ ആകട്ടെ. അപ്പൊ ആ കോഴ്സിനെല്ലാം അനുസരിച്ച് നമ്മൾ കഴിക്കുക. ഞാനൊരു ഡയബറ്റിക് പേഴ്സൻ്റ് ആണെങ്കിൽ ആഫ്റ്റേഴ്സ് വരുമ്പോ ഗുലാബ് ജാമുനും ഐസ്ക്രീമും വരുമ്പോൾ ആ കോഴ്സിനെ അനുസരിച്ച് ഞാൻ നടക്കണമെന്ന് എൻ്റെ ശരീരം എന്നോട് പറയേണ്ടത്. എടാ, നിനക്ക് ഡയബറ്റീസ് ഉണ്ട്, ഞാൻ ഗ്ലൂട്ടൻ അലർജി ഉള്ള ഒരാളാണ്,
അപ്പം വീറ്റ് തുടങ്ങിയ സാധനങ്ങൾ എനിക്ക് പറ്റത്തില്ല. അപ്പൊ അവിടെ കൊണ്ടുവന്ന് പൊറോട്ട വെക്കുമ്പോൾ ഫസ്റ്റ് കോഴ്സ് പൊറോട്ടയാ, സെക്കൻഡ് കോഴ്സ് പൊറോട്ടയാ. ഞാൻ ആ പൊറോട്ട തിന്നണോ വേണ്ട എന്ന് എൻ്റെ ശരീരം തീരുമാനിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, അക്കോർഡിംഗ് ടു ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്, ലോകത്തിന്റെ കോഴ്സുകൾ മാറിക്കൊണ്ടേയിരിക്കും. സ്വദോം ഗൊമോറ പട്ടണത്തിന്റെ സിസ്റ്റം ഇത് അനുവദിച്ചു കൊടുത്തിരുന്നു, പക്ഷെ ലോത്ത് അത് അനുവദിച്ചില്ല. പട്ടണത്തിന്റെ സിസ്റ്റം അത് അനുവദിച്ചിരുന്നു, പക്ഷെ ലോത്ത് അത് അനുവദിച്ചില്ല. അപ്പം പട്ടണത്തിന്റെ സിസ്റ്റം അല്ല നമ്മുടെ വിഷയം. അതുകൊണ്ടല്ലേ പറയാം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്ന, അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. അപ്പം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ നമ്മുടെ നിയമം ഏതായിരിക്കും? നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ, അവിടെ വീടുണ്ട്, അവിടെ കാറുണ്ട്, കർത്താവ് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കൊട്ടാരം തരും എന്ന് പറഞ്ഞിട്ടിരുന്ന പോരാ. അവിടുത്തെ പൗരനാണ് ഞാനെങ്കിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ആണ് എൻ്റെ ലോ. ഈ പുസ്തകമാണ് എൻ്റെ നിയമപുസ്തകം. ഇതാണ് എൻ്റെ നിയമപുസ്തകം. അതെനിക്ക് തിരിച്ചറിവുണ്ടാകണം. അത് അംബേദ്കർ എഴുതിയത് നരേന്ദ്രമോദി മാറ്റി എഴുതിയെന്ന് പറഞ്ഞ് എൻ്റെ നിയമം മാറാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻസർ. എനിക്ക് തോന്നുന്നു നമ്മള് സാധാരണയായി ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിലും വളരെ ക്ലിയർ ആയും വളരെ വ്യക്തമായും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ, കാരണം നമ്മളിത് ഓൾറെഡി ആൾക്കാരോട് പറഞ്ഞതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതും കൂടെ, ഐ നോ ടൈം നമ്മൾ ഒത്തിരി എടുത്തെന്നറിയാം, എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാതെ പോകാൻ പറ്റത്തില്ല. ഇത് വളരെ എന്താ പറയാ, ഒത്തിരി സംസാരിക്കേണ്ട ടോപ്പിക്കാണെന്ന് അറിയാം, എന്നാലും കഴിയുന്ന അത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഡസ് ബൈബിൾ ഡൈവോഴ്സിനെ അലോ ചെയ്യുന്നുണ്ടോ? ഇഫ് സോ ഏതൊക്കെ കാര്യത്തിലാണ്, എന്തൊക്കെ ഇതിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്ന ബൈബിള്? അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണ്, ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതില് എന്തുകൊണ്ട് അവര് അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ സഭയോ അല്ലെങ്കിൽ വിശ്വാസികളോ മുൻപോട്ട് വരുന്നില്ല എന്ന് ചോദിക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതേ ഉള്ളൂ. അപ്പം അതിനോട് ചേർന്ന് ഞാൻ ഇത് ചോദിക്കുകയാണ്, ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് തുറന്നുകൊണ്ട് പോണോ, അതോ അതായത് ഇപ്പൊ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ആ ഒരു വിഷമത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെയും കൂടെ രക്ഷിച്ച് അബ്യൂസറിൽ നിന്ന് മാറി നിൽക്കാൻ ബൈബിൾ അനുവദിക്കുന്നുണ്ടോ, ബൈബിൾ ഡിവോഴ്സ് അനുവദിക്കുന്നുണ്ടോ എന്ന്? ഞാൻ ഒന്നാമത് പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞ ആ ഭാഗത്തിലേക്ക് വരാം. അതിനു മുമ്പേ പൗലോസ് പറഞ്ഞൊരു കാര്യം പറയാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 11-ാം വാക്യം. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, പിരിഞ്ഞു എന്ന് വരികിലോ. അപ്പൊ ഒന്നാമത് പറയുകയാണ് പിരിയരുത്. പിരിഞ്ഞ പിന്നെ മേലെ സഭയുടെ പടിക്കകത്ത് കയറിയേക്കല്ലെന്നാണോ പറഞ്ഞേ? അല്ല, പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവോട് നിരന്നു കൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. ഇവിടെ നമുക്ക് അടുത്ത ഇതിലേക്ക് വരും. ഇനി അടുത്ത ഒരു ഭാഗം, അതിന് 15-ാം വാക്യം. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. അതിനകത്ത് കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഞാനിത് പറയുമ്പോൾ ചിലപ്പം ഞാൻ സൊസൈറ്റിയുടെ റൂൾസിനെ ഒന്നും പൊളിക്കുകയല്ല, പെന്തക്കോസ്റ്റ് സിസ്റ്റത്തിന്റെ റൂൾസിനെ പൊളിക്കുകയല്ല. അവിശ്വാസിയായ ഒരു കള്ളുടിയൻ ഒരു നല്ല പാവപ്പെട്ട ദൈവപൈതലിനെ കല്യാണം കഴിച്ചു. ചതിയായിരിക്കാം, അവൻ പോണോഗ്രാഫിക്ക് അഡിക്റ്റ് ആയിരിക്കാം, അവനെ ഒരു വൃത്തികെട്ടവൻ. ആ അവിശ്വാസി ഇവളെ കളഞ്ഞിട്ട് പോയി. പൗലോസ് പറയുക, അവൻ വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ, കള്ളൻ അവന്റെ പാട്ടിന് പോകട്ടെ. അടുത്തത് പറയുക, ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പഴയ കെട്ടവിടില്ല, ബദ്ധരായിരിക്കുന്നില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ പറഞ്ഞേക്കുന്നത്? അവർക്ക് എന്ത് പറ്റും? പറയുന്നില്ല, പക്ഷേ അവർ ബദ്ധരായിരിക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർ ബദ്ധരായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൊസൈറ്റിയെ പൊളിക്കാൻ പറയുകയല്ല.
ഇനി ആ ഒരു വാക്യത്തെ കുറിച്ച് അതിന്റെ ആൻസർ ഞാൻ ഇവിടെ പറയാം. റോമർ 7:2. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. അപ്പം ന്യായപ്രമാണത്തിനകത്തുള്ള ഒരു ഭർത്താവ് മരിച്ചാൽ മാത്രമേ അവളുടെ ആ ഒരു ബന്ധനം അഴിയത്തുള്ളൂ. അതേസമയം അവിശ്വാസിയായ ഒരുത്തൻ അവളെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നോ, അവൾക്കൊരു ബന്ധനം ഇല്ലെന്നാ പൗലോസ് പറയുന്നത്. അവൻ കള്ളനായതിന് ഈ കൊച്ചെന്തിനാ അനുഭവിക്കുന്നേ? അതല്ലേ പൗലോസ് ചോദിക്കുന്നത്. ആ വാക്യം വ്യക്തമായിട്ട് വായിച്ചു നോക്ക്. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല, അവർ സ്വതന്ത്രരാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനു വേണ്ടി? അവർക്കൊരു നല്ല ലൈഫ് കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു ഭാഗത്തെ അവിടെ നിർത്തുകയാണ്. യേശു പറഞ്ഞ ആ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പേ യേശു പറഞ്ഞ ആ ഭാഗം ആവർത്തന പുസ്തകത്തിലേതാണ്. ഈ അഡൾട്ടറി മുഖാന്തരമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത്. ആ ഒരു ഭാഗത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 24-ാം അധ്യായം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അപ്പോ ഞാനിപ്പോ കല്യാണം കഴിച്ചു. ഒരു പെങ്കൊച്ച എൻ്റെ വീട്ടിൽ വന്നു. എനിക്ക് അവള് തൊടുന്നതും പിടിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. അവൾ കഞ്ഞി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവൾ ഉടുപ്പിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവൾ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്തൊക്കെയോ എനിക്കൊരു ഇഷ്ടക്കേടുണ്ട്. ചിലപ്പോൾ ഒന്നും വേണ്ട, അവളുടെ സൗണ്ട് എനിക്ക് ഇഷ്ടമായിരിക്കത്തില്ല. അവൾ കീന്നായിരിക്കും വർത്താനം പറയുന്നത്. എനിക്ക് അവളുടെ സൗണ്ട് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഈ പണ്ടാര ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ അങ്ങ് ഒഴിവാക്കി വിടുക. ഞാനെന്ന് പറയുന്നത് ഞാൻ തന്നെ അതിനെ അങ്ങ് ഏറ്റോണ്ട് പറയുക, എക്സ് ഓർ വൈ വിടുക. അപ്പം ദൈവം പറഞ്ഞു, അങ്ങനെ വിടുകയാണെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അറിയാം? ചുമ്മാ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. ആൾക്കാരെ വിളിച്ച് പേപ്പറിൽ വ്യക്തമായിട്ട് എഴുതണം, ഇവളുടെ സൗണ്ട് കിരികിരികിരികിരായിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഇവളെ വേണ്ട എന്ന് പറയുന്നതെന്ന്. കാരണം ഇവള് കിരികിര സൗണ്ടാണെന്ന് പറഞ്ഞ് ഇവളെ ഇറക്കി വിട്ടിട്ട് നാളെ ഇവൻ അപ്പുറത്ത് പോയി പറയരുത് അവളുടെ കയ്യിലിരിപ്പ് കുഴപ്പമാണെന്ന് പറയരുത്. അപ്പം വിട്ടതിന്റെ കാരണം ആൾക്കാരെ വിളിച്ച് അവളുടെ മുമ്പിൽ വെച്ച് കാര്യം എഴുതി കൊടുക്കണം. ഇതാണ് റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞതിന് നാളെ മാറ്റി പറയാൻ പാടില്ല. ഇവിടെ പറയുന്നത് അനിഷ്ടം തോന്നിയാലും അഡൾട്ടറി അല്ല പറയുന്നത്. അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവളുടെ ശബ്ദം ഇഷ്ടപ്പെട്ടില്ല, അവളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ഏത് സ്വഭാവമാണ് ഇഷ്ടപ്പെട്ടില്ലെന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടേ കൊടുത്തു വിടാവൂ. എഴുതിയിട്ട് അവളെ കൊടുത്തു വിട്ടേക്കണം. അടുത്ത ഭാഗം, അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. അപ്പൊ അവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവൻ തള്ളിവിട്ടു. അവക്ക് പോയി എന്ത് ചെയ്യാം? അവക്ക് വേറൊരു പുരുഷന് ഭാര്യയായിട്ടിരിക്കാം. മൂന്നാം വാക്യം, എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ട് എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോകുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുൻപാകെ അറപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. ദൈവം ഇവിടെ ഒരു ഭയങ്കര ലൂപ്പ് ഹോൾ അടക്കുകയാണ്. ഇപ്പം ഞാനൊരു പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവളുടെ സൗണ്ട് ഇഷ്ടമല്ല, അവളുടെ മൂക്ക് ഇഷ്ടമല്ല, അവളുടെ കണ്ണിഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് പറഞ്ഞു വിട്ടു. എന്തോ ഒരു ഇതിനകത്ത് അവള് അപ്പുറത്തുനിന്ന് പോയി വേറൊരാളിനെ കണ്ടു, അവിടെ കല്യാണം കഴിച്ചു. അവൾ അവിടെ നല്ല അന്തസ്സായിട്ട് ജീവിക്കുക, ഞാനിവിടെ പല്ലും കടിച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും? അവളോടൊരു ജലസി ആരംഭിക്കും. ഞാൻ പതുക്കെ ഒരു കൂട്ടുകാരനെ വിട്ടിട്ട് അവന്റെ അടുക്ക പറയും, എടാ അവള് ശരിയല്ല, അവളുടെ മൂക്ക് കണ്ടോ, നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, അവള് കുഴപ്പക്കാരിയാണെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ വഴക്കുണ്ടാക്കിക്കും. വഴക്കുണ്ടാക്കിച്ചിട്ട് അവളെ അവിടുന്ന് പുറത്തടിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? കയ്യിലിരുന്നത് പോയി കഴിഞ്ഞപ്പോഴാ പോയതിന്റെ വില അറിഞ്ഞത്. അപ്പൊ ഇവളെ തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഇവനെ അവളെ കൂടെ ഉടക്കിക്കുക. അപ്പം ദൈവം പറഞ്ഞു, നാളെ ഇനി അവള് പിണങ്ങി അവന്റെ അടുത്തുനിന്ന് പോയാലും നിനക്കിനി അവളെ കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവള് പോയ വീട്ടിൽ അവളുടെ പുറകെ പിന്നെ വഴക്കിന് പോകരുത്.
അടുത്ത ഒരു ഓപ്ഷൻ പറയാണ്, അവളുടെ ഭർത്താവ് മരിച്ചു പോയാലും നിനക്ക് അവളെ കെട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഇവന്റെ ഭാര്യ അവിടുന്ന് അങ്ങ് പോയി. അവള് വേറൊരു പയ്യന്റെ കൂടെ ജീവിക്കുന്നു. ഇവൻ നോക്കുമ്പം എന്നും അവനും ഇവളും കൂടെ ബുള്ളറ്റെ പോക്കാം. കുശുമ്പ് സഹിക്കാൻ വയ്യ, എങ്ങനെങ്കിലും പണി കൊടുക്കണം. ഇവളെ തിരിച്ചു, പക്ഷെ ഇപ്പം നോക്കണം അവളങ്ങ് നല്ല സുന്ദരിയായി, അവൾക്ക് മുടിയൊക്കെ വെച്ച് അവള് നല്ല അടിപൊളിയായിട്ട് കിടക്കുക. പക്ഷെ കളയണ്ടായിരുന്നു, എനിക്ക് വേറെ കല്യാണം നടന്നില്ല, എങ്ങനെയെങ്കിലും സോപ്പിട്ട് തിരിച്ചു പിടിച്ചോണ്ട് വരാം. അവിടെ ഇനി വരത്തില്ല. അവനെ ബ്രെയിൻ വാഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരൊറ്റ കാര്യം ചെയ്യാം, അവനെ തട്ടിക്കളയാം. എന്നിട്ട് അവള് വിധവയായിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് പതുക്കെ അയ്യോ മോളെ പോട്ട്, ഞാനതെല്ലാം മറക്കാം, നീ ഒരിക്കലും വിധവയായിരിക്കണ്ട എന്ന് പറഞ്ഞ് തന്ത്രപരമായിട്ട് എന്ത് ചെയ്യാം, ഇവളെ പിന്നെയും തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാം. അപ്പം ദൈവം അതിന്റെ ഹോപ്പാണ്. എടാ, നീ അവനെ കൊന്നാലും അവളെ നിനക്ക് ഇനിയും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അവനെ കൂടെ വഴക്കുണ്ടാക്കിയാലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം പറഞ്ഞൊരു കാര്യം, നിനക്ക് അവളെയോ അവനെയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവളെ എന്ത് ചെയ്യാം, അവളെ കളഞ്ഞേക്കാമെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇപ്പൊ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലയോ, നീ അവളെ ഒരു ഉപേക്ഷണ പത്രം എഴുതി അവളെ അങ്ങ് പറഞ്ഞു വിട്ടേര്. അതിനെന്നും അവള് കറുത്തതാണെന്ന് പറഞ്ഞ് അവളെ വീട്ടിലിട്ട് നീ ചവിട്ടിക്കൂട്ടാതിരിക്കേ. അവളുടെ സൗണ്ട് കിരികിരായിരിക്കുവാണെന്ന് പറഞ്ഞ് നീ എന്നും അവളെ ഇട്ട് നിന്റെ വീട്ടിനകത്തിട്ട് ഉപദ്രവിക്കാതിരി. നിനക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവളെ വഴിക്ക് വിട്ടേര്, അവളെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളും. നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇത് പുരുഷന് ഫേവറായിട്ടാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇത് ഞാനിപ്പോ ഇത്രയും പറഞ്ഞു വന്നപ്പോ ഇത് പുരുഷന് ഫേവറാണോ സ്ത്രീക്ക് ഫേവറാണോ? ദൈവം എപ്പോഴും ബലഹീനന്റെ കൂടെയാണ്. ദൈവം ഇവിടെ പറയണം, നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലയോ, നീ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തേക്കണം. പറഞ്ഞു വിട്ടിട്ട് പിന്നെ നാളെ വേണ്ടാതീനം അവളെ കൊണ്ട് പറയരുത്. റെക്കോർഡിക്കലി അവളെ പറഞ്ഞു വിട്ടേക്കണം. വെഡിക്റ്റ് പ്രൂഫ് വേണം കയ്യിൽ. നീ അയച്ച വക്കീൽ നോട്ടീസ് കാണിക്കണം. അല്ലാതെ ചുമ്മാതെ പിറ്റേന്ന് അവൾക്ക് അവനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, അവള് ഫോൺ വിളിയായിരുന്നു, അവൾ 24 മണിക്കൂറും വാട്സാപ്പിലായിരുന്നു, അവള് രാത്രി മൊത്തം ചാറ്റിംഗ് ആയിരുന്നു, അങ്ങനൊന്നും പിന്നെ കഥയുണ്ടാക്കാൻ പറ്റത്തില്ല. വ്യക്തമായിട്ട് റീസൺ പറഞ്ഞ് അവളും നീ കൂടെ ഒപ്പിട്ടിട്ട് പറഞ്ഞു വിട്ടോ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അവളെ വീട്ടിലിട്ട് ചവിട്ടണ്ട. അവൾ 24 മണിക്കൂറും വാട്സാപ്പിലാണോ, നീ അവളെ അങ്ങ് വിട്ടേര്. അവളെ വേർത്തും കെട്ടിക്കൊണ്ടുപോയി. അവൻ നോക്കിയപ്പോൾ ഇവള് വാട്സാപ്പ് എന്നല്ല മൊബൈൽ പോലും തൊടുന്നില്ല. അവര് തമ്മിൽ സമാധാനമായിട്ട് ജീവിക്കുക. അന്നേരം ഇവന് ചൊറിച്ചിൽ കയറി. അപ്പുറത്ത് പോയി വഴക്കുണ്ടാക്കരുത്, കൊല്ലാനും പോകരുത്. നീ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ, ഇനിയും പിന്നെ നീ അവളുടെ പുറകെ പോകരുത്, നീ അവളെ വിട്ടേര്. അപ്പൊ ഈ യഹൂദന്മാർ ഇത് എന്ത് ചെയ്തു? ഒരുത്തി വന്ന് എന്തേലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഈ ഇസ്ലാമിലൊക്കെ മുത്തലാഖ് പോലെ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവര് ഒരു കാര്യമല്ലേ ഉള്ളൂ, എഴുതി അങ്ങ് കൊടുത്താ ഇടാമല്ലോ. അവളെ വേണ്ട, ഇഷ്ടം പോലെ പെൺപിള്ളേർ അവിടെ നിൽപ്പുണ്ട്, ഇവളെ കളഞ്ഞിട്ട് അവളെ എടുക്കുക. മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് പോലെ 6 വയസ്സുകാരി കല്യാണം കഴിച്ചു. എന്തിനാണെന്നറിയാവോ? അയ്യോ അവള് പാവപ്പെട്ടില്ല, അവൾക്ക് അപ്പനും അമ്മയില്ലെന്ന് കണ്ട് കിളവൻ പോയി 6 വയസ്സുകാരി ഞങ്ങളുടെ ഭാര്യയായിട്ട് എടുത്തു. എന്താ? അയ്യോ അവൾക്ക് ആരുമില്ല, അതുകൊണ്ട് ഞാനും കല്യാണം കഴിച്ച. കൊച്ചുമോളാവാൻ പ്രായമുള്ളവളെയും ഇസ്ലാമും കല്യാണം കഴിച്ചു. എന്റെ കാരണം സിമ്പതി. അപ്പൊ നിന്റെ സിമ്പതി കച്ചവടം ഒന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ദൈവം അവിടെ പറഞ്ഞിട്ട് ദൈവം അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഇസ്രായേൽ ഇതൊരു പതിവ് പരിപാടിയായപ്പോ യേശു പറഞ്ഞു, നിങ്ങളിങ്ങനെ അവക്ക് മൂക്കിന് നീളമില്ലെന്നും അവക്ക് കണ്ണിന് വെളിച്ചമില്ലെന്നും അവക്ക് മുടിക്ക് നീളമില്ലെന്നും അവളുടെ സൗണ്ട് കിരികിരായിരിക്കുകയാണെന്നും അവളുടെ 4 പല്ല് പോയെന്നും ഒന്നും പറഞ്ഞ് അവളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. തക്കതായ കുറ്റമുണ്ടാകാതെ, ഒരഡൾട്ടറി ഇല്ലാതെ ഉപേക്ഷിക്കരുത്. അങ്ങനെ ഉപേക്ഷിച്ച അവള് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവള് പോയി അഡൾട്ടറി ചെയ്യും. നീ അവളെ ഒരു വ്യഭിചാരിണിയാക്കുക. നീ അങ്ങനെ ദോഷം ചെയ്യരുത്. ഇസ്രായേൽ നിയമത്തെ മുഴുവൻ അവരുടെ ഇഷ്ടത്തിന് ഇതാക്കി. പറഞ്ഞില്ലേ, ഖുർബാൻ എന്നുള്ള ഒരൊറ്റ വാക്കിനകത്ത് മാതാപിതാക്കളോടുള്ള കടപ്പാട് മൊത്തം തീർത്തു. അപ്പനെ അമ്മയും കാണുന്ന ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി. എന്താ? ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ അത് ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന പോലെ, പക്ഷെ ഒന്നും ചെയ്തു കൊടുക്കത്തില്ല. അമ്മയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് അമ്മയ്ക്ക് ഒരു സാരി മേടിച്ചു തന്നാല് ദൈവം എന്നെ പ്രസാദിക്കും പറയുന്നതല്ലാതെ സാരി മേടിച്ചു കൊടുക്കത്തില്ല. ഖുർബാൻ. അപ്പൊ ദൈവം അതുകൊണ്ട് പറഞ്ഞു, എടാ മോനെ, നീ ഖുർബാൻ പറച്ചിലും കൊണ്ടൊന്നും ഒരു കാര്യം നടക്കത്തില്ല, നീ സാരി മേടിച്ചു കൊടുത്താലേ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ദൈവം ഇത് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ മാതാപിതാക്കളുടെ അടുക്കൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ സൊസൈറ്റിയെ പേടിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒരു തീരുമാനവും എടുക്കരുത്. പാരമ്പര്യത്തെ പേടിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കരുത്. ദൈവത്തെ സ്നേഹിച്ചും ഭയപ്പെട്ടും നിങ്ങളുടെ മക്കളുടെ വിശ്വാസത്തെയും അവരുടെ ആത്മീയ ജീവിതത്തെയും അവരുടെ ഭാവിയെയും പ്രതീക്ഷിച്ചു തീരുമാനമെടുക്കുമ്പോൾ 2 കാര്യങ്ങൾ നോക്കണം. ദൈവം ഈ വിഷയത്തിൽ എന്ത് പറയുന്നു?
2, എൻ്റെ ഭാവിയുടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും. ദൈവാനുകൂലമാണെങ്കിൽ പിന്നെ ഇതെല്ലാം ഉണ്ടല്ലോ. ഇതിനു പകരം പെന്തക്കോസ്തുകാർ വേറൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വേറെ, ആ കൊച്ചിനെ വേറെ കെട്ടിക്കാം. എൻ്റെ ദൈവമേ, അവനങ്ങ് ചത്താ മതിയായിരുന്നു, എൻ്റെ കൊച്ചിന് കഷ്ടം മാറിയനെ. അപ്പൊ ഇതെന്താ? കൊലപാതകമല്ലേ? ഇത് മനസ്സിനകത്ത് മുഴുവൻ പകയല്ലേ? മനസ്സിനകത്ത് മുഴുവൻ പകയല്ലേ? മുമ്പേ ഓർണമെന്റ്സിന്റെ കാര്യം ചോദിച്ചു. ഞാൻ പറയട്ടെ, മനസ്സിനകത്ത് മൊത്തം ഇങ്ങനെ സ്വർണ്ണമാല ഇട്ടുകൊണ്ട് കിടക്കുന്നു, മോതിരം ഇട്ടുകൊണ്ട് കിടക്കുന്നു, വള ഇട്ടുകൊണ്ട് കിടക്കുന്നു, കമ്മൽ ഇട്ടുകൊണ്ട് കിടക്കുന്നു. ഇത് കണ്ട് ഇങ്ങനെ സ്വപ്ന ലോകത്ത് കിടക്കുക, പക്ഷെ മാല ഇടുന്നില്ല. പക്ഷെ വേറൊരു ചെറുക്കൻ, അവൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, 2 ആഴ്ച മാല ഇട്ടു, അവൻ ആ ആഗ്രഹം തീർന്ന് ഊരിക്കളഞ്ഞു. ആരായിപ്പം കുറ്റക്കാരൻ? അവൻ 2 ആഴ്ച മാല ഇട്ടപ്പോഴത്തേക്ക് അവന്റെ മനസ്സിൽ നിന്ന് അത് പോയി. ഇവൻ 10 വർഷമായിട്ട് ഇങ്ങനെ മാല സ്വപ്നത്തിൽ കൊണ്ടു കിടക്കുക. അതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന പകയെക്കാട്ടിലും പാപത്തെക്കാട്ടിലും ചില സാക്രിഫൈസുകൾ എടുത്ത് ദൈവസന്നിധിയിൽ തലമുറകളെ വിശ്വാസത്തിൽ നിലനിർത്തുക. ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കുക. ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. വ്യക്തിഗതമായി ഓരോ വിഷയത്തിലും എടുക്കേണ്ട തീരുമാനങ്ങളെ കുറിച്ച് ആലോചിച്ചും പ്രാർത്ഥിച്ചും ദൈവിക ആലോചനയുടെ നടുവിൽ, ഞാൻ പിന്നെയും പറയട്ടെ, ഒരു സൊസൈറ്റിയെ നോക്കിയല്ല, ഒരു ട്രഡീഷനെ നോക്കിയല്ല, ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ആലോചനയും തലമുറകളുടെ ഭാവിയെയും നോക്കി എടുക്കുക. പിന്നെ ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ദാസന്റെ ശ്രേയസിൽ, നമ്മുടെ വെൽബീയിങ്, ആ ഒരു അളവോടുകൂടി സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൽ അടുത്തതാ പറയുന്നത്, സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞ് ഡൈവോഴ്സ് ആയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ലിവ് ഇൻ പീസ്, സമാധാനത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. അവൾ എന്തായാലും കരഞ്ഞുകൊണ്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനല്ല ദൈവം അവളെ വിളിച്ചത്. അവളിങ്ങനെ ആയുസിന് മുമ്പേ അവൾ തൂങ്ങിച്ചാവാനല്ല, വിസ്മയെ പോലെ തൂങ്ങിച്ചാവാനല്ല ദൈവം അവളെ ജനിപ്പിച്ചത്. അവൾ സമാധാനത്തിൽ ജീവിക്കാൻ. ആ ഒരു വെളിപ്പാട് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ദുഷ്ടതയ്ക്കൊരു മറയാക്കി എടുക്കുകയല്ല, ദൈവ കൃപയ്ക്കകത്ത് നിന്നുകൊണ്ട് വിഷയങ്ങളെ ദൈവികമായി ആലോചിക്കുക. എൻ്റെ മനസ്സിലൊരു ഇതുണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉപദ്രവിക്കപ്പെടരുത്. അപ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. പണ്ട് സൊസൈറ്റി പുരുഷന് അനുകൂലമായിരുന്നു, അതുകൊണ്ട് ഒത്തിരി പെൺകുട്ടികളായിരുന്നു പീഡിപ്പിക്കപ്പെട്ടത്. പക്ഷെ ഇന്ന് നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ്, അതുകൊണ്ട് ഒത്തിരി പുരുഷന്മാർ ഈ വിധത്തിൽ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. എൻ്റെ നെയ്ബർഹുഡിൽ, ഞാനത് പറയാൻ കാരണം, എൻ്റെ ജ്യേഷ്ഠനേക്കാൾ 2 വയസ്സ് മൂത്ത നല്ല ഒരു അച്ചാച്ചൻ, മർത്തോമക്കാരനായിരുന്നു. പിന്നീട് പെന്തക്കോസ്ത് അനുഭാവമൊക്കെ ഉണ്ടായിരുന്നു, സ്നാനപ്പെട്ടൊന്നും അറിയത്തില്ല. മർത്തോമയിലായിരിക്കുന്ന സമയത്ത് എല്ലാം പുള്ളി എല്ലാ കൊയറിനും പോകും, എല്ലാ സാറ്റർഡേ. ഇത്ര നല്ല മനുഷ്യനായിരുന്നു എന്നറിയാം. പക്ഷെ തൻ്റെ വൈഫ് തന്നെ വിട്ടിട്ട് പോയി. അവസാനം 23 ലക്ഷം രൂപ അവക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അപ്പൻ ഒരു കുടിയനായിരുന്നു, ഒന്നും കരുതി വെച്ചിട്ടില്ലായിരുന്നു, ഒന്നുമില്ല കയ്യില്. പിറ്റേന്ന് പുള്ളി ദുബായിക്ക് പോവാ. ദുബായിക്ക് പോകേണ്ടി അന്ന് രാത്രി പെട്ടിയെല്ലാം അടുക്കി വെച്ചിട്ട് പുള്ളി മുറിക്കകത്ത് സ്യൂസൈഡ് ചെയ്തു. ഇത്തിരി നല്ല മനുഷ്യൻ. കഴിഞ്ഞ് ഈ ഒരാഴ്ച ആയിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഒരു സമയത്ത് സൊസൈറ്റി പുരുഷന് അനുകൂലമായിരുന്നു, ഇന്ന് നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ്. അപ്പൊ അന്ന് സൊസൈറ്റി തങ്ങൾക്ക് അനുകൂലമായിരുന്നപ്പം പുരുഷന്മാര് സ്ത്രീകളെ പീഡിപ്പിച്ചു. ഇന്ന് നിയമം അനുകൂലമായപ്പം പെൺകുട്ടികൾ ഒത്തിരി പേര് എന്ത് ചെയ്യണമെന്നറിയാമോ? കുഴപ്പം കാണിച്ചിട്ട് ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. ചുമ്മാ ഒരു ഗാർഹിക പീഡനം എഴുതി കൊടുത്താൽ പോരെ? അതും ഗാർഹിക പീഡനം എഴുതി കൊടുത്തിട്ട് കൂടെന്താ എഴുതുന്നേ? അമ്മായിയപ്പൻ എന്നെ പീഡിപ്പിച്ചു, അമ്മായിയമ്മ എന്നെ പീഡിപ്പിച്ചു, ഭർത്താവിന്റെ സഹോദരൻ എന്നെ പീഡിപ്പിച്ചു, ഭർത്താവിന്റെ പെങ്ങൾ എന്നെ പീഡിപ്പിച്ചു, ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവ് എന്നെ പീഡിപ്പിച്ചു. ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും ചേർത്തങ്ങ് പൂട്ടുക. കല്യാണ ചെലവിന് കൊടുത്ത 5 ലക്ഷം രൂപ മാത്രമായിരിക്കും, പക്ഷെ എഴുതി കൊടുക്കുന്നത് 1 കോടി രൂപയും 4 കട്ടിലും. ആ വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ടോ, ആ വീട്ടിലെ ഫ്രിഡ്ജ് ഞാൻ കൊടുത്തേ, ആ വീട്ടിലെ ഓവൻ ഞാൻ കൊടുത്തതാ, ആ വീട്ടിലെ ഡൈനിങ് ടേബിൾ ഞാൻ കൊടുത്തതാ, ആ അമ്മ ഇട്ടേക്കുന്ന സാരി, അപ്പൻ കൊടുത്തേക്കുന്ന കൈലിയും എന്ന് വേണ്ട, ആ വീട്ടിലെ മൊത്തം ഞാൻ കൊടുത്ത, എല്ലാം കൂടെ 3 കോടി രൂപ തന്നാൽ എനിക്ക് നഷ്ടപരിഹാരം.
കൊണ്ടുപോയി അതങ്ങ് അറ്റാച്ച് ചെയ്യും. ആ കുടുംബം അവിടെ കിടന്ന് നരയിക്കും. ഇങ്ങനെ എത്ര 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 കുടുംബങ്ങൾ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊന്നും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. കുട്ടിക്കാലം തുടങ്ങി സ്നേഹിക്കാൻ പഠിപ്പിക്കുക, സഹിക്കാൻ പഠിപ്പിക്കുക, വിശ്വസിക്കാൻ പഠിപ്പിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതിരിക്കുക, സ്നേഹിക്കാൻ പഠിപ്പിക്കുക, ക്ഷമിക്കാൻ പഠിപ്പിക്കുക. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വാഗ്വാദങ്ങളും വഴക്കും ചവിട്ടും തൊഴിയും നടത്താതിരിക്കുക. കുഞ്ഞുങ്ങൾ നല്ലൊരു സ്നേഹം കണ്ടു വളരട്ടെ, മാതൃക കണ്ടു വളരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ എഴുന്നേറ്റ് വരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. എനിക്കറിയാം നമ്മൾ ഇന്ന് അരമണിക്കൂർ കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നല്ല ബിസിയുള്ള സമയമാണെന്ന് അറിയാം. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും സമയം ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് അതും വിത്ത് പ്രൂഫ് പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും സമാധാനം വേണമെന്ന് പറയും. പക്ഷെ ഒരു സമാധാനം ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ നമ്മളോട് ഒരു നേരം പറയുന്നതോ നിന്ന് ചിലപ്പോ ആ നിമിഷം ഒരു സമാധാനം കിട്ടുന്നിരിക്കും. എന്നാലും സ്വർഗീയമായ ഒരു സമാധാനം, ഒരു ഹെവൻലി പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം, ഒരാടെ വാക്കും അതൊരു ശാശ്വതമായ ഒരു സമാധാനം നമുക്ക് നൽകില്ല. അത് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരണം. ആ ഒരു സ്വർഗീയ സമാധാനം കൊണ്ട് നമ്മുടെ ഉള്ളം ഒന്ന് തണുപ്പിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമാണ്. ഉള്ളം തണുപ്പിക്കുന്ന സമാധാനമാണ് സ്വർഗീയ സമാധാനം. ആ ഒരു ഉള്ളം തണുക്കണം എന്നുണ്ടെങ്കിൽ അത് കർത്താവിന്റെ അടുത്തുനിന്ന് വന്ന വാക്കുകളായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മാറോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമായിരിക്കണം. അപ്പൊ അത് പലരും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ എപ്പോഴും ആൾക്കാരിലേക്ക് കൂടുതൽ എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ വരുന്നത്, അല്ലെ? ഞാൻ അതിനകത്ത് ഒരു വാക്യം ഞാൻ പറയാം. സ്റ്റെഫി പറഞ്ഞൊരു വാക്യം ഞാൻ പറയാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 1 രാജാക്കന്മാർ 5:4 1 രാജ 5:4 അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെ: എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എൻ്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. അപ്പം നമുക്ക് സ്വസ്ഥത, സമാധാനം ആര് നൽകണം? ദൈവം നൽകണം. രാവിലെ കൊച്ചിന്, അത് ചിലപ്പോൾ സ്റ്റെഫിയും പറഞ്ഞിട്ടുണ്ടായിരിക്കും, മോളും പറഞ്ഞിട്ടുണ്ടായിരിക്കും, രാവിലെ കൊച്ച് എഴുന്നേറ്റ് ഇടത്തോട്ട് നിൽക്കും, വലത്തോട്ട് നിൽക്കും, പല്ല് തേക്കത്തില്ല. ഈ കൊച്ചൻ എനിക്ക് ഒരു സമാധാനവും തരത്തില്ലല്ലോ എന്ന് പറയും. രാവിലെ ജിലേഷ് ജോലിക്ക് പോകുന്ന നേരം, എടി വാച്ച് കണ്ടില്ല, എടി പേഴ്സ് എവിടെ വെച്ചേക്കുന്നത്, നീ എന്തിനാ അത് അവിടെ കൊണ്ടുവച്ച, നീ എൻ്റെ ഫോൺ എന്താ ചാർജ് ഇടാഞ്ഞ്, ഭയങ്കര ബഹളം നമുക്ക് മനസ്സിൽ പറയും. മനുഷ്യന് ഒരു സമാധാനം തരത്തില്ല. പക്ഷെ ബൈബിളിൽ എവിടെയും കുഞ്ഞുങ്ങളും വീട്ടിൽ നിന്ന് മമ്മി വിളിച്ചിട്ട് പറയും, കൊച്ചെ നീ എവിടായി, കൊച്ചെ നീ എവിടായി. നാട്ടിൽ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരുടെ എറണാകുളം പോയതാണെങ്കിൽ 9-7 മണിയാകുമ്പോൾ തുടങ്ങി അമ്മ വിളിച്ചു തുടങ്ങും, അയ്യോ കൊച്ചെ നീ എവിടായി, ട്രാഫിക് ഉണ്ട്, കൊച്ചെ ഇവിടെ മഴ പെയ്യുന്നു, കൊച്ചെ ഇവിടെ മഴ പെയ്യുന്നു. ഫോൺ കട്ട് ചെയ്തിട്ട് ഈ അമ്മ ഒരു സമാധാനവും തരത്തില്ലട്ടോ എന്ന് പറയും. സത്യത്തിൽ അമ്മയല്ല, പപ്പയല്ല, ഹസ്ബൻഡല്ല, കുഞ്ഞുങ്ങളല്ല, വൈഫല്ല നമുക്ക് സമാധാനം തരുന്നത്. ദൈവം എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. യേശു എന്താ പറഞ്ഞത്? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ദൗത്യമുണ്ട്, നമ്മൾ പീസ് മേക്കേഴ്സ് ആകണം. പക്ഷെ നമ്മൾ ഒരിക്കലും മറ്റൊരാൾ നമുക്ക് സമാധാനം തരുമെന്ന് പ്രതീക്ഷിക്കരുത്. അവിടെ നമ്മൾ ജയിച്ചു. സ്റ്റെഫി പറഞ്ഞതിന്റെ ഒരു ബിബ്ലിക്കൽ വെർഷനാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു മനുഷ്യൻ സമാധാനം തരും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഞാൻ അങ്ങോട്ട് വേണേ കൊടുത്തേക്കാം, എനിക്ക് ദൈവം തരുമല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ നമുക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, നമ്മുടെ കമന്റിൽ വന്നിരിക്കുകയാണ്. ക്യാൻ എ ഡിവോഴ്സി റീമാരി ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ്? പുതിയ നിയമത്തിൽ ഒരു ഡിവോഴ്സിക്ക് റീമാരി ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എന്റെ യൂട്യൂബിലെ ഏത് പ്രസംഗത്തിന്റെ അടി വന്നിട്ടും എന്നെ വിളിയോടെ വിളിയാ. എന്നെ അറിയാവുന്നവർക്കറിയാം, എന്റെ പ്രസംഗങ്ങളുടെ എല്ലാം അതിനുവേണ്ടി ദൈവം ഒരു വിഭാഗത്തെ അങ്ങ് വേർതിരിച്ച് വെച്ചേക്കുക. ഇതിന് ഞാനിപ്പോ ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതായിരുന്നാലും, പോസിറ്റീവ് ആൻസർ ആയിരുന്നാലും നെഗറ്റീവ് ആൻസർ ആയിരുന്നാലും, എന്നെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, അത് മാത്രം ഞാൻ ഒരിടത്ത് പോയി ഞാൻ ആത്മാവി എന്ന് പറയുന്ന വീഡിയോ എടുത്തിട്ട് എന്നെ 5 ലക്ഷം പേര് കാണുന്ന ട്രോള് കൊടുത്ത പെന്തക്കോസുകാരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്.
അന്യഭാഷ വെച്ചിട്ട് എൻ്റെ അന്യഭാഷക്കെല്ലാം എഴുതി, അതും അവര് തന്നെ കൊടുക്കുക മാത്രമല്ല, ചെകുത്താൻ എന്ന് പറയുന്ന ഒരു ശക്തിക്ക് ഒരു വ്ളോഗറിന് വരെ കൊടുത്ത് എന്നെ അങ്ങനെയുള്ളവരുടെ നടുവില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സുവിശേഷ വേല ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ആളാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. നൈസായിട്ട് ഒഴിവായി കിട്ടു. ഞാൻ ഇതിനോടകം വാക്യങ്ങളിൽ നിന്ന് പോയിന്റുകൾ ഞാൻ പറഞ്ഞു വെച്ചു. അപ്പോൾ തന്നെ എനിക്ക് പരിമിതികളുണ്ടല്ലോ. ശരി, ഓക്കെ. എനിവേ താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എന്താ പറയാ, ഇത്രയും ഓപ്പൺ ആയിട്ട് നമ്മളോട് ക്ലിയർ ആയിട്ട് നമ്മൾ കുറെ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചായിരുന്നു, നമ്മളോട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അഗെയിൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 hours ആവാൻ പോണു. നമ്മൾ അത്രയും ലോങ് ആയിട്ട് എന്നിട്ടും ക്വസ്റ്റ്യൻസ് തീർന്നില്ല. ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്കും വന്നിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഒരു മടിയും കൂടാതെ നമ്മളെ വിളിച്ചപ്പം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ, എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻസും യു ആർ റെഡി ടു സേ. എല്ലാത്തിനും ഉത്തരം പറഞ്ഞ് ഇത്രയും ക്ലിയർ ആയിട്ട്, അതും ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് ബൈബിളിൽ ഓരോ വാക്യം എടുത്താണോ, ഒരു വാക്യമല്ല, ഒരു ക്വസ്റ്റ്യന് കുറഞ്ഞത് ഒരു 3-4 വാക്യമേലും നമ്മൾ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ക്ലിയർ ആയി എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തത് താങ്ക് യു സോ മച്ച്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതെനിക്ക് ഒരു പ്രിവിലേജ് ആണ്. കാരണം കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് യൂത്ത്സ് ആണല്ലോ ഇതിന്റെ ഒത്തിരി ശ്രോതാക്കൾ, ഇതിന്റെ ഓഡിയൻസ് ഒത്തിരി യൂത്ത്സ് ആണല്ലോ. അവര് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗം ഒരു കുഞ്ഞിനെയെങ്കിലും ഒരാളെയെങ്കിലും വിശ്വാസത്തിൽ ഉറപ്പിക്കുമെങ്കിൽ, ഒരാളെയെങ്കിലും സംശയത്തിൽ നിന്ന് മാറ്റുമെങ്കിൽ, നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈമും എനർജി എല്ലാം നമുക്ക് പ്രോഫിറ്റബിളായി. നമ്മുടെ ശുശ്രൂഷ അതല്ലേ. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് ലഭിക്കുന്ന അവസരം, ഇതിന് ഞാൻ ആൻസറുകൾ പറയുന്നു എന്നതിലുപരിയായി മോൾ ഇതിനു വേണ്ടി എത്ര മോളുടെ കോണ്ടാക്ട്സുകൾ, മോളുടെ ശുശ്രൂഷകൾ, ഇതെല്ലാം ഈ തിരക്കിനിടെ, ഞാൻ പിന്നെ ഒരു ഫുൾ ടൈം മിനിസ്റ്ററാണ്, മോളെ 2 കുഞ്ഞുങ്ങളും ഇതായിട്ടെല്ലാം തിരക്കിനകത്തല്ലേ. മോളുടെ മിനിസ്ട്രി ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ, ദൈവം കൃപ നൽകട്ടെ, ഇത് ഒത്തിരി പേർക്ക് പ്രയോജനമാകട്ടെ. നമ്മൾ ഈ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളൊരു ലെഷർ ആക്ടിവിറ്റിക്ക് പോയതല്ല, നമ്മൾ എന്താ പറയുക, നമ്മൾ കിടന്ന് ഉറങ്ങിയതല്ല, നമ്മൾ തമാശ പറഞ്ഞിരുന്നതല്ല, കഥ പറഞ്ഞിരുന്നതല്ല. ഇത് ദൈവനാമത്തിന് വേണ്ടി, ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ലേ. സോ ഇതൊരു ലോസ് അല്ല, ഇത് ഒത്തിരി പ്രോഫിറ്റ് ആണ്. ഇത് ഈ ഒരു സെന്റൻസിനകത്ത് ഒരു ക്വസ്റ്റ്യനോ ഒരു വേർഡെങ്കിലും ഒരാളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതാണെങ്കിൽ, ക്രിസ്തുവിലോട് അടുപ്പിക്കുന്നതാണെങ്കിൽ, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ചിലപ്പോൾ ഇതിന്റെ ഒന്നും റിസൾട്ട് നമ്മൾ ഇവിടെ ആയിരിക്കത്തില്ല, സ്വർഗത്തിലെ യേശുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോഴായിരിക്കും കാണുന്നത്. അന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാൻ നമുക്കുണ്ടാകണ്ടേ. Thank you. God bless you. Thank you so much. എപ്പോഴും ഞാൻ പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യം, ഓഡിയോ ഉദ്ദേശിച്ച് ഒന്നും വെറുതെ ആവാതെ ദൈവനാമം മാത്രമേ തീരട്ടെ. താങ്ക് യു സോ മച്ച്. എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ചെറിയ തോട്ട്സ് ആയിരിക്കാം, ചെറിയ വാക്യങ്ങളായിരിക്കാം, എന്താണോ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ട്രേഡ് യുവർ ടാലന്റ്. ദൈവം നമ്മൾ മൊത്തത്തിനായി ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. നിങ്ങളുടെ ടാലന്റ് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളിൽ ഒരു ആത്മീയ വളർച്ച ഉണ്ടാവുന്നത് അതുകൂടാതെ മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ് ആയി തീരുകയും ചെയ്യും. സോ ബി എ ബ്ലെസ്സിങ്, മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ് ആവുന്നതോടെ ബി ബ്ലെസ്ഡ് ഓൾസോ. താങ്ക് യു സോ മച്ച് എവരിബഡി. ഹാവ് എ നൈസ്. അതുപോലെ ആർക്കെങ്കിലും ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റെഫിയുടെ അടുക്കൽ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുക. അതിന് വയ സ്റ്റെഫി ഞാൻ ആൻസർ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത ഈ ഒരു സെഷൻ ശരിയായില്ല, അല്ലെങ്കിൽ ഇതുപോലെയൊന്നും അല്ല ചെയ്യേണ്ടത് എന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒത്തിരി ബഹുമാനത്തോടെ ഞങ്ങൾ പറയട്ടെ, ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യണം. ഇത് ചെയ്തത് അത്ര ശരിയായില്ല, ഇതിൻ്റെ ആൻസേഴ്സ് അത്ര ശരിയായില്ല, ഈ ഒരു വേ അല്ല, ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യണം. അത് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമാണ്, നമ്മുടെ ജനറേഷന് ആവശ്യമാണ്, നമ്മുടെ കാലഘട്ടത്തിന് അത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതും, ചിലയിടങ്ങളിലൊക്കെ കോട്ടയത്തൊരു നല്ല ഹോട്ടലുണ്ട്, നല്ല ഒരു ഹോട്ടലാണ്, ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ കാരണം, ഇപ്പോൾ ഷെഫ് പിള്ള വരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് സാധനം എടുക്കുന്നത്. അദ്ദേഹം ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ കാരണം
അദ്ദേഹം ഒരു യാത്രയിൽ പോയി ഫുഡ് കഴിച്ച് അദ്ദേഹത്തിന് ഡിസെൻട്രി ഡയറിയ ഉണ്ടായി. അന്ന് തനിക്ക് മനസ്സിനകത്തൊരിതുണ്ടായി, നല്ല ഭക്ഷണം കൊടുക്കണം. അങ്ങനെയാണ് പുള്ളി ഹോട്ടൽ ബിസിനസ്സിലേക്ക് വന്നത്. പുള്ളി അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ഈ ഹോട്ടലിൽ വന്ന് ഡയറിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ബിഗിൻ എ ഗുഡ് ബിസിനസ്, എ ഗുഡ് ഹോട്ടൽ. അങ്ങനെ ഒരിതുണ്ടാവണം. അപ്പോൾ ഈ ഒരു വിഷയത്തെ നിങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾക്കും ചെയ്താൽ നല്ലതാണെന്ന്, ഇഫ് ഇറ്റ്സ് മോട്ടിവേറ്റ് യു, അത് നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇല്ല ഇതൊന്നും അല്ല, ഇങ്ങനൊന്നും അല്ല ഈ പരിപാടി ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ നിങ്ങൾ ഇതിനൊക്കെ മേലെ, ഇതൊക്കെ മേലെ സൂപ്പറായിട്ട് നിങ്ങൾ വേറൊരെണ്ണം ചെയ്യുക. അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഫോർ ദാറ്റ്. ലാസ്റ്റ് സെഷനിൽ നമുക്ക് കമന്റ് സെഷനിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഫാസ്റ്റർ ഇപ്പൊ അത് നൈസായിട്ട് ആൻസർ കൊടുത്തത്. ലാസ്റ്റ് സെഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താ പറയാ, ഇതല്ല കുറച്ചുകൂടെ വേറെ രീതി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സ്റ്റെൻഡിൽ നമ്മൾ ചെയ്യും. അതിനെക്കാട്ടിലും കഴിവുള്ളവർ they should do it. അതല്ലേ നമ്മുടെ സൊസൈറ്റിക്ക് പ്രയോജനം, അതല്ലേ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യം. അവര് നമ്മളെക്കാട്ടിലും കഴിവുള്ളവരായിട്ട്. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ അറിവുകളൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ അറിവ് ഒത്തിരി ചെറുതായ എൻ്റെ അറിവ്. അപ്പൊ ഞാൻ എൻ്റെ പരിമിതിക്കകത്ത് നിന്ന് ഞാൻ മാക്സിമം എഫോർട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു 100 100cc ബൈക്കിൽ ഓടുമ്പോ എൻ്റെ അപ്പുറത്തൊരാൾക്ക് ഒരു 500cc 1000cc ബൈക്ക് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. എൻ്റെ ഒരു 4 വീലിന്റെ കൊച്ചു ലോറിയാ, പക്ഷെ 16 വീലുള്ള ഒരു ഭയങ്കര ട്രക്ക് ഒരാടയിലുണ്ടെങ്കിലേ ദേ ക്യാൻ ഡു മോർ. എങ്ങനെയായാലും എനിക്കും പാസ്റ്റർ കുഴപ്പമില്ല, ഞങ്ങളുടെ പിള്ളേരുടെ എല്ലാം ഡൗട്ട് മാറിയാൽ മതി, അവരുടെ ആത്മീയ വർധന മതി അല്ലെ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാനുള്ള കാര്യം. സോ താങ്ക് യു സോ മച്ച് എവ്രിബഡി. വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കരുണയുള്ള പിതാവേ, നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ സെഷനിൽ അങ്ങ് നൽകിയ എല്ലാ കൃപകൾക്കും സ്തോത്രം, സാന്നിധ്യത്തിന് സ്തോത്രം. ഇത് ശ്രവിക്കുന്ന ഓരോരുത്തർക്കും പ്രയോജനവും പ്രചോദനവുമാകട്ടെ. അതിലുപരിയായി ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ഞങ്ങൾ താഴ്ന്നു, കൃപയ്ക്കായി കെഞ്ചുന്നു, പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാറ്റിലും ഉപരി അങ്ങയുടെ പ്രത്യക്ഷതയിൽ ഞങ്ങൾ നിർമ്മലരും നിഷ്കളങ്കരുമായിരിക്കാൻ കൃപ നൽകണമേ. സ്റ്റെഫിയെ അനുഗ്രഹിക്കണമേ, ജിലേഷിനെ അനുഗ്രഹിക്കണേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. എളിയവനും തൃപ്പാദത്തിൽ താഴ്ന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.